ഗുഡ് മോർണിംഗ് ബിലവഡ്. സൺഡേ സർവീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് ഫേസ്ബുക്കിലൂടെ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. നമ്മുടെ ഹാൻഡിൽ @ബിലവഡ് സൺസ് ഓഫ് ഗോഡ് എന്നാണ്. നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളെ നമ്മുടെ സഭയുടെ അഡ്രസ്സ് എവിടെ വരണമെന്ന് ഞങ്ങൾ അറിയിക്കുന്നതാണ്. നിങ്ങൾ ഞങ്ങളെ യൂട്യൂബിലാണ് കേൾക്കുന്നത് എങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കുന്നതാണ്. അതിലൊരു PDF ഫയൽ ഉണ്ടാകും. ഇന്ന് വായിക്കുന്ന എല്ലാ വചനങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളിത് പഠിച്ചു. നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നീതിയെക്കുറിച്ചാണ്. എനിക്കും നിങ്ങൾക്കും അവൻ്റെ നീതിയാണ് നിങ്ങൾക്കും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എല്ലാം നമ്മൾക്ക് ലഭിക്കുന്നത് അവൻ്റെ നീതി അന്വേഷിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. നീതിയുടെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്വർഗീയ പിതാവ് പറയുകയാണ്, നിങ്ങൾ നീതിമാന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ശരിയാണ് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ ശരി അല്ലെങ്കിൽ നീതിമാൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ നിങ്ങൾ കുറ്റക്കാരനാണോ? അല്ല, നിങ്ങളെ കുറ്റമില്ലാത്തവരാക്കി യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തിയിലൂടെ ഞാനും നിങ്ങളും നിഷ്കളങ്കരായി മാറി. പിന്നെ വീണ്ടും നമുക്ക് 2-ാം വാക്യം മുതൽ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്കറിയാം എന്നതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നീതിയുടെ സീരീസിന്റെ തുടക്കം നമ്മൾ കുറിച്ചു 2 വചനത്തിലൂടെ ആയിരുന്നു. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആദ്യം നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം ആരുടെ നീതിയെക്കുറിച്ചാണ്? അവന്റെ നീതിയെക്കുറിച്ച്. അതുകൊണ്ട് മത്തായി 6:25 നമുക്ക് വായിക്കാൻ സാധിക്കും, ഒരു മനുഷ്യനെ കുറിച്ച്. അവൻ ഭാരപ്പെടുകയാണ്, ഞാൻ എന്ത് കഴിക്കും, എന്ത് ഉടുക്കും, എന്ത് കുടിക്കുമെന്ന്. എല്ലാ പ്രശ്നങ്ങളുടെയും ഇടയിലുള്ള ഉത്തരം യേശു പറയുകയാണ്. ഒരു വിഷയം, ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ അവന്റെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുക, രാജ്യത്തിൽ പ്രവേശിക്കുക, എന്നെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുക. അതിനുശേഷം എൻ്റെ നീതി നിങ്ങൾക്ക് വേണ്ടിയുള്ളത് അതിനെ സ്വീകരിക്കുക, അതിനെ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എൻ്റെ നീതി പ്രാപിക്കുമ്പോൾ എല്ലാ വസ്തുക്കളും ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒരു രീതിയുണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെതായ. ആ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ യേശു പറയുന്നത് ചെയ്യാൻ വേണ്ടിയുള്ളത്, അപ്പോൾ എല്ലാ വസ്തുക്കളും എല്ലാം നമ്മൾക്ക് ലഭിക്കുവാനിടയാകും. ഇതേ രീതിയിൽ ഞാൻ മറ്റൊരു വചനവും വായിച്ചു. റോമർ 5:17 എഴുതിയിരിക്കുകയാണ്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ ആദമിലൂടെ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ആ മരണത്തിന് മുകളിൽ നിങ്ങൾക്കറിയാമോ, അവന്റെ നീതി നമ്മൾക്ക് വേണ്ടിയുണ്ട്. അത് ഗ്രഹിക്കുന്നതിലൂടെ നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് അത് നീതി മനസ്സിലാക്കാത്തവർ. ഇത് വളരെ ദുഃഖകരമായതാണ്. അവർ ആ മരണത്തിന് മുകളിൽ അവർക്ക് വാഴുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇതാണ്, നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിപ്പോൾ ആ മരണത്തിന്റെ മേഖലയിൽ നിന്നല്ല, നമ്മളെ അവൻ പുറത്തു കൊണ്ടുവരുന്ന ആ മരണത്തിന്റെ മേഖലയിൽ നിന്ന്, ആ പാപത്തിന്റെ മേഖലയിൽ നിന്ന് ജീവന്റെ മേഖലയിലേക്ക് കൊണ്ടുപോകുകയാണ്. എല്ലാ വിത്തുകളും നമ്മുടെ പ്രാണനിൽ വിതച്ചിരിക്കുന്നത് അത് ലോകത്തിൻ്റെതോ അല്ലെങ്കിൽ ഒരു കുറ്റബോധം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ബോധത്തെ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ശുദ്ധീകരിക്കുകയാണ്. ആ നീതി ബോധം നമ്മുടെ ഉള്ളിൽ ഉത്ഭവിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളൊരു സഭയുടെ ഭാഗമാകേണ്ടത് ആവശ്യമാണ്. ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിൽ, അല്ലാതെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിലല്ല. അതുകൊണ്ട് ഇത് വളരെ ആവശ്യമാണ്. നമ്മുടെ ശരിയായ തിരിച്ചറിവിൽ നമ്മൾ നിലനിൽക്കണം. നമ്മൾ പാപത്തിന്റെയും മരണത്തിന്റെയും മേഖലയിൽ നിന്ന് വിടുവിച്ച് അവൻ പ്രിയപുത്രന്റെ രാജ്യത്തെ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു പാഠം നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തുടങ്ങിയതിൻ്റെ അവന്റെ നീതിയുള്ള വിശുദ്ധീകരണത്തിന്റെ 2-ാം ഭാഗം നമുക്ക് ചെയ്യാം. വിശുദ്ധി എന്ന ശബ്ദത്തിന്റെ അർത്ഥം വേർപെടുത്തപ്പെട്ട എന്നുള്ളതാണ്. നമ്മളെ തന്നെ വേർപെടുത്തുക, എല്ലാ അശുദ്ധമായതിൽ നിന്നും, സ്വർഗീയ പിതാവിൽ നിന്നല്ലാത്തതിൽ നിന്ന്, അതിൽ നിന്ന് നമ്മളെ തന്നെ വേർപെടുത്തുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ചില ചിത്രങ്ങൾ വരയ്ക്കാം, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങൾ ലോകത്തിലാണോ? നിങ്ങൾ പക്ഷെ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇത് ലോകമാണ്. സ്വർഗീയ പിതാവ് നമ്മളെ ഈ ലോകത്തു നിന്നും വേർപെടുത്തി ഇപ്പോൾ നമ്മളെ വേറൊരു ലോകത്തിൽ, യേശു ക്രിസ്തുവിൽ, അവിടെ നമ്മളെ ആക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിലാണ്, പക്ഷേ നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല. എന്താണ് നമ്മുടെ വീണ്ടും ജനനം നടന്നത്? നമ്മുടെ ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ചു. പക്ഷേ ഇപ്പോഴും ഈ ലോകവുമായിട്ടുള്ള പല തിരിച്ചറിവുകളും ഉണ്ടാകും. വിശുദ്ധി ഇതാണ്, നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വിടുവിച്ച് അധികമായി യേശുക്രിസ്തുവിൽ നമ്മുടെ തിരിച്ചറിവ് ഉറപ്പിക്കണം. അവിടെ എല്ലാ വാഗ്ദത്തങ്ങളും ആമേനിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ഇതാണ് ആ വേർപാട് അല്ലെങ്കിൽ വിശുദ്ധി.
ആ വിശുദ്ധി, ആ ചിന്തകളിൽ ഈ ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് വേർപെടുത്തി നമ്മളെ ആ ഐക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉറപ്പെടുത്തിക്കുകയാണ് യേശുക്രിസ്തുവിലുള്ളതിൽ. എത്രയധികം നമ്മൾ ഈ സത്യത്തിൽ ഉണരുന്നുവോ ആ എല്ലാ വസ്തുക്കളും നമ്മൾക്ക് ലഭിക്കുവാനിടയാകും. ഇതിനു മുമ്പ് നമ്മൾ വചനത്തിൽ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടെല്ലാവരോടും 2 സാക്ഷ്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം സാക്ഷ്യമല്ല, പിതാവാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. യേശു ഇതും പറഞ്ഞു, ഞാൻ എൻ്റെ സാക്ഷ്യം സ്വയമായി പറഞ്ഞാൽ അത് ശരിയാണ്, സത്യമാണ്. പക്ഷെ ഇത് വളരെ അത്ഭുതകരമായതാണ്. അവൻ പറയുകയാണ്, പിതാവാണ് എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നതെന്ന്. ഈ ആഴ്ചയിൽ എൻ്റെ കസിന് ഒരു സ്വപ്നം വരികയാണ്. അവൾ ആ സ്വപ്നത്തെക്കുറിച്ച് എന്നോട് പറയുകയാണ്. ആ സ്വപ്നത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഒരു വചനം. ഒരിക്കലും ഇതിനു മുമ്പ് അവൾ ഒരിക്കലും വായിച്ചിട്ടില്ലാത്തത്. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു: ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ എല്ലാം ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുകയാണ്. ആ സമയത്ത് ഞാൻ സഭയിൽ നീതിയെക്കുറിച്ച് പറയുകയായിരുന്നു. ഞാൻ അവളെ ചർച്ചിൽ വിളിച്ചു. കുറച്ച് സമയമായി അവൾ നമ്മളോട് കൂടെ കൂടുന്നുണ്ട്. നിങ്ങൾ സഭയിൽ കണ്ടിട്ടുണ്ടാവും അവളെ. ഞാൻ അവളോട് പറഞ്ഞു, നിനക്കറിയാമോ, നിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം, അതിന്റെ വഴി, അത് പിതാവ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. അവന്റെ നീതിയിൽ അത് ഉറച്ചിരിക്കുന്നു. ഈ സത്യം അവന്റെ സ്വപ്നത്തിൽ സ്വർഗീയ പിതാവിൽ നിന്ന് എത്തിയപ്പോൾ ആ വചനം അവളുടെ അകത്ത് ജീവിക്കുവാൻ തുടങ്ങി. അവൾ അന്വേഷിക്കുവാൻ തുടങ്ങി ഈ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന്. അവൾ വളരെ ഉത്സാഹിപ്പിക്കപ്പെട്ടവൾ സഭയിൽ വന്നപ്പോൾ ഞാൻ അവളോട് ഒരേ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു: പിതാവ് സത്യത്തിൽ ആഗ്രഹിക്കുന്നു, അവൻ നിങ്ങളെ ഈ സത്യത്തിൽ ഉണർത്തണമെന്ന്. നിങ്ങൾ എത്ര യോഗ്യയാണ്! അവന്റെ രക്തത്തിലൂടെ, അവന്റെ പ്രിയ പുത്രൻ്റെതായിട്ടുള്ളതിൽ അവനാണ് നിന്നെ യോഗ്യയാക്കിയത്. മറ്റൊരു സാക്ഷ്യം ഇതാണ്, നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരാളുടെയാണ്. എൻ്റെ കസിൻ ഇന്ന് വരാൻ സാധിച്ചില്ല. സത്യത്തിൽ ഇത് അത്ഭുതകരമായതാണ്. പിതാവ് അവന്റെ പുത്രന്റെ വിഷയത്തിൽ സാക്ഷ്യം പറയുന്നത്. ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു കുക്കുമാസിയെ. സ്വപ്നം പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ച് നമ്മളോട് പങ്കുവയ്ക്കും. ഞാൻ ഈ 15-ാം തീയതി ഒരു സ്വപ്നം കണ്ടു. അതിൽ ഞാൻ കണ്ടു, പിതാവ് എന്നോട് എന്നെ അങ്ങനെ ഒരു വസ്ത്രം ധരിപ്പിക്കുകയാണ്. അതിൽ എന്നോട് പറയുകയാണ്, എൻ്റെ നീതിയുടെ വസ്ത്രം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, അത് നിന്നെ നീതിമാനാക്കും. ഇതെത്ര അത്ഭുതകരമായ കാര്യമാണ്. സ്വർഗീയ പിതാവ് ഒരു സ്വപ്നത്തിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് എൻ്റെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നുവെന്ന്. നിന്റെ നീതി അത് വേറെ ആരുടേതുമല്ല, എന്നിലൂടെ നിനക്ക് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോവുകയായിരിക്കാം. സ്വർഗീയ പിതാവ് ഒരു കാര്യം ഉറപ്പിച്ചു കൊടുക്കുകയാണ്: ആദ്യം നിനക്ക് ഉണരണം എൻ്റെ നീതിയെ എന്ന വിഷയത്തെക്കുറിച്ച്. ഒരു കുറ്റബോധമുള്ള ഹൃദയം പിതാവിൽ നിന്നൊന്നും പ്രാപിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നീതിയിലൂടെ എല്ലാ വസ്തുക്കളും നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ഞാനും എൻ്റെ ഒരു സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. സ്വപ്നം ഞാൻ കണ്ടതിനെ കുറിച്ച്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം കേൾക്കുന്ന പുതിയ പുത്രന്മാർക്ക് വേണ്ടി അവരെ ഉത്സാഹിപ്പിക്കാനാണ്. നിങ്ങൾക്കറിയാമോ, എനിക്ക് ഒരു അസിസ്റ്റന്റ് എനിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാമോ, എല്ലാവരും നമ്മുടെ വഴിയിൽ വരുന്നത് അവർ നഷ്ടപ്പെട്ടു പോയ പുത്രന്മാരാണ്. നിങ്ങളുടെ വാക്കുകൾ അവർക്ക് വേണ്ടി ആത്മാവും ജീവനുമായി പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിൽ അവരെ വിളിക്കുമ്പോൾ അവർ തിരിച്ച് ഭവനത്തിലേക്ക് എത്തുകയാണ്. എൻ്റെ അസിസ്റ്റന്റിനോട് ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. എൻ്റെ സ്വപ്നത്തിൽ വേറൊരു പുത്രൻ വന്ന് എന്നിട്ട് പറയുകയാണ്, നീ സംയുക്തയോട് ഇതുവരെ യേശുവിനെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ സംയുക്ത വെളിയിൽ ഒരു ഡിന്നറിന് വേണ്ടി കൊണ്ടുപോയി. എന്നിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അവളോട് പറഞ്ഞു, മാം, ഞാൻ ഇന്നലെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു, ഒരു സത്യത്തിലുള്ള ഒരു ദൈവമുണ്ട് എങ്കിൽ എന്നോട് പറയുക എന്ന്. അതിനുശേഷം അവൾ യേശുവിനെ ഗ്രഹിച്ചു. അവളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സാക്ഷ്യങ്ങളുണ്ടായി. പിന്നെ അവൾ വേറൊരിടത്ത് ജോലിക്കായി പോവുകയാണ്. 6 മാസത്തിന് ശേഷം ഞാൻ അവളെ വീണ്ടും കാണുകയാണ്. അവൾ എന്നോട് പറയുകയാണ്, ഞാൻ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഉത്സാഹിപ്പിച്ചു, നീ ആദ്യം ഉറങ്ങാൻ പോകൂ. എന്തുകൊണ്ടെന്ന് അവൾ ഉറങ്ങുന്നു പോകുന്നില്ലായിരുന്നു ശരിക്ക്. 6 മാസത്തിന് ശേഷം ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ പറയുകയാണ്, മാം, യേശു എൻ്റെ സ്വപ്നത്തിൽ വന്നു, അവനോട് പറഞ്ഞു വൈറ്റ് ഡ്രസ് ഇടാൻ വേണ്ടി. ഞാൻ അപ്പം തൊട്ട് വെള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, അതിന്റെ അർത്ഥം ഇതായിരിക്കില്ല, അവൻ എന്താണ് നിന്നോട് പറഞ്ഞത്, നീ എന്നോട് പറയുക എന്ന് പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ എൻ്റെ ഓഫീസിലിരിക്കുകയാണ്, എൻ്റെ തലയിൽ കൈവച്ച് ഞാൻ ഭാരപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ മുൻപിൽ യേശുവിനെ ഞാൻ കണ്ടു. യേശു എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്, അവനും എന്നെ പോലെ ഇരുന്ന് നോക്കുകയാണ്, കയ്യും അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. എന്നെ നോക്കി എന്നോട് ചോദിക്കാൻ തുടങ്ങി, സംയുക്ത, നിന്റെ എല്ലാ പ്രശ്നങ്ങളും എന്നോട് പറയുക. പിന്നെ യേശു എന്നോട് പറയുകയാണ്, സംയുക്ത, നീ വളരെ ഭാരപ്പെടുന്നു, നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നീ വളരെയധികം ഭാരപ്പെടുന്നു.
ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നീ ഒരേ ഒരു കാര്യം ചെയ്യുക. ആ ഭാരങ്ങൾ നീ ചിന്തിച്ച് ഭാരപ്പെടുന്നതിന് വേണ്ടി ഞാൻ വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ നീയും വെള്ളവസ്ത്രം ധരിക്കാൻ തുടങ്ങുക. സയോക്തിക്ക് തോന്നി സത്യത്തിൽ വെള്ളവസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അലമാരിയിൽ എല്ലാം വെള്ള വസ്ത്രങ്ങൾ നിറയ്ക്കാൻ തുടങ്ങി. ഞാൻ അവളോട് പറഞ്ഞു, യേശു അങ്ങനെയല്ല പറയുന്നത്. യേശു പറയുകയാണ്, ഉണരുക നിന്റെ നീതിബോധത്തിൽ. അവൻ ആഗ്രഹിക്കുന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളിലെയും ഉത്തരം കണ്ടുപിടിക്കണമെന്ന്. അത് സാധിക്കുന്നത് എങ്ങനെയാണ്? അവന്റെ നീതിയിലൂടെ അത് സാധിക്കൂ. ഞാൻ അവളെ ഉത്സാഹിപ്പിച്ചു ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി. ഇത് വളരെ അത്ഭുതകരമായതാണ്. എല്ലാ പ്രാവശ്യവും ആരെങ്കിലും പ്രശ്നങ്ങളുമായി സ്വർഗീയ പിതാവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിന്റെ ഉത്തരം ഈ കാര്യത്തിൽ ഉണരുന്നതിലൂടെയാണ്. അവൻ എത്രയധികം നമ്മളെ യോഗ്യന്മാരാക്കി. നമ്മൾക്ക് പാപബോധമാണ് നമ്മൾക്കുള്ളത് എങ്കിൽ സ്വർഗീയ പിതാവിന് നമ്മളെ സഹായിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ എഴുതിയിരിക്കുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല എന്ന്. അതുകൊണ്ടാണ് മോശയ്ക്കും മറഞ്ഞിരിക്കേണ്ടി വന്നത് ദൈവത്തിൽ നിന്ന്. അവൻ പാപിയായിരുന്നു ആ സമയത്ത്. എത്രയധികം നിങ്ങൾ നീതിബോധത്തിൽ ഉണരുന്നുവോ അവനിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറായി തീരുവാനിടയാകും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവനായിരിക്കുന്നത് പോലെ നിങ്ങളായിരിക്കുന്നുവെന്ന്. നിങ്ങൾ ഈ കാര്യത്തിൽ ഉണരുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ നീതിയല്ല, അവനാണ് നിങ്ങളെ നീതിമാന്മാരാക്കിയിരിക്കുന്നത് അവന്റെ പുത്രന്റെ രക്തത്തിലൂടെ. നിങ്ങൾ ഈ ചിന്തയിൽ ഉണരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെയും കാണാൻ സാധിക്കും. ഇത് ആത്മീയ സത്യമാണ് നമ്മൾ പറയുന്നത്. അവന്റെ നീതി നമ്മൾ ധരിക്കുമ്പോൾ, വിശുദ്ധി നമ്മൾ ധരിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ദൈവത്തെയും കാണാൻ സാധിക്കും. യേശുക്രിസ്തു എന്താണ് പറയുന്നത്? അവൻ പറയുകയാണ്, ഞാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അവകാശങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാൻ സാധിക്കും നിങ്ങൾ ഉണരുമ്പോൾ. ആ നീതിയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ നീതിയുടെ യഥാർത്ഥ അർത്ഥം ഇതാണ്. ഇപ്പോൾ അത് നമ്മുടെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമല്ല. അത് നമ്മൾക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. നമ്മളെ നീതിമാന്മാരാക്കിയിരിക്കുന്നത്, നമ്മളെ പ്രിയപുത്രന്മാരാക്കിയിരിക്കുന്നതിൽ. എനിക്ക് അവന്റെ പ്രിയ പുത്രന്മാരെന്ന് വിളിച്ച് നമ്മളെ ആക്കിയിരിക്കുന്നു. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് യോഗ്യതയുണ്ട് പിതാവിൽ നിന്ന് പ്രാപിക്കാൻ. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും രക്തത്തിലൂടെ ഒരു സന്തതി എന്ന് പറയുന്നത്? ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു സന്തതിക്ക് എല്ലാം പിതാവിൽ നിന്ന് അവകാശങ്ങൾ പ്രാപിക്കാൻ സാധിക്കുന്ന അവന്റെ രക്തത്തിലൂടെ സന്തതി ആയതുകൊണ്ടാണ്. ജിഗർ അവരുടെ കുഞ്ഞ് കയറക്കെല്ലാം നൽകും. എന്തുകൊണ്ട്? അവരുടേതായതുകൊണ്ട്, അവരുടെ രക്തത്തിലൂടെയുള്ള സന്തതി ആയതുകൊണ്ട്. അതുപോലെയാണ് ഞാനും നിങ്ങളും എല്ലാം പിതാവിൽ നിന്ന് പ്രാപിക്കാൻ നമുക്ക് സാധിക്കും യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അവകാശങ്ങളുടെ പുറകെ ഓടാറില്ല. ആ രക്തത്തിൽ നമ്മൾക്ക് വിശ്രമിക്കാൻ സാധിക്കും. എത്രയധികം നമ്മൾ ആ നീതിബോധത്തിൽ ഉണരുന്നുവോ അത്രയധികം നമ്മൾ നീതിബോധത്തിൽ ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ആളുകൾ ഇപ്പോഴും തെറ്റായ വഴിയിൽ പോകുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടെ തിരിച്ചറിവിനെ കുറിച്ച് അവർക്ക് ഇതുവരെ ഉറപ്പില്ല. നിങ്ങളൊരു പാപബോധത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ പാപിയുടെ ബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പക്ഷെ പുത്രന്റെ മനസ്സിൽ നിങ്ങൾ ഉണരുകയാണ് എങ്കിൽ ആ പുത്രനെ പോലെ നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങും. വീണ്ടും വരൂ, നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് എബ്രായർ അതിന്റെ 12-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഈ ശിക്ഷ എന്നുള്ള വാക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള മൂല്യപദം ചെസ്റ്റ് ആൻഡ് പൈദ്യോ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കഠിനമായ പരിശീലനത്തിലൂടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അതെന്തുകൊണ്ടാണ് വരുന്നത്? ആ മേഖലയിൽ ഇതുവരെ നമ്മൾ ഉണർന്നിട്ടില്ല നമ്മൾ പുത്രന്മാരാണെന്നുള്ളതിൽ. ആ മേഖലയിൽ നമ്മുടെ പരീക്ഷകൾ നടക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഉദാഹരണത്തിലൂടെ പഠിച്ചു എങ്ങനെയാണ് യേശുക്രിസ്തു കൊടുങ്കാറ്റിന് നടുവിലായിരുന്നത് എന്ന്. യേശുക്രിസ്തു ആ കൊടുങ്കാറ്റിന് നടുക്ക് ആ വിശ്രമത്തിൽ സമാധാനത്തോടെ ഉറങ്ങുകയായിരുന്നു. പക്ഷെ ശിഷ്യന്മാർ ഭാരപ്പെട്ടു. അവർ ഈ ലോകത്തിലാണ് തിരിച്ചറിവിലാണ് എപ്പോഴും ജീവിച്ചത്. പക്ഷെ യേശുക്രിസ്തു ആ കൊടുങ്കാറ്റിന് നടുക്കും സമാധാനത്തോടെ ഉറങ്ങുകയാണ്. അവരിതുവരെ യേശുവിനെ മശിഹായായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടി അതൊരു പരീക്ഷണമായിരുന്നു. പക്ഷെ ആ കൊടുങ്കാറ്റ് അത് യേശുവിന് വേണ്ടി ഒരു പരീക്ഷയല്ലായിരുന്നു. എന്തുകൊണ്ട്? ആ കൊടുങ്കാറ്റ് അതും ഒരു സൃഷ്ടിയാണ്. യേശുവാണ് സൃഷ്ടികർത്താവ്. സൃഷ്ടി എപ്പോഴും സൃഷ്ടികർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ അവനെ ഉണർത്തി എന്നിട്ട് പറയുകയാണ്, നിനക്ക് വിചാരമില്ലേ? യേശു ആഗ്രഹിക്കുകയാണ് ആ കൊടുങ്കാറ്റിന്റെ ഇടയ്ക്ക് അവരും അതേ സ്ഥലം, യേശു ആയിരിക്കുന്ന സ്ഥലം എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, വിശ്രമത്തിൽ നിലനിൽക്കാൻ. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അവർ തോണിയിൽ പോയപ്പോൾ അടുത്ത കൊടുങ്കാറ്റ് വന്ന് കാണും. അടുത്ത കൊടുങ്കാറ്റ് ചിലപ്പോൾ അവർ വിശ്രമത്തിൽ ഉറങ്ങാൻ അവർക്ക് സാധിച്ചിരുന്നിരിക്കാം. പക്ഷെ എപ്പോഴും ആദ്യത്തെ പ്രാവശ്യമാണ് ഭാരമുണ്ടാകുന്നത്, പ്രശ്നമുണ്ടാകുന്നത്.
പക്ഷേ എന്താണ്, ആ കുറച്ചു സമയത്തിന് ശേഷം ശിഷ്യന്മാർ വീണ്ടും അവർ ഭാരപ്പെട്ടിട്ടുണ്ടാവുമോ ആ കൊടുങ്കാറ്റിനെ കണ്ട്? അവർ അവരുടെ തിരിച്ചറിവിൽ ഉണർന്നിട്ടുണ്ടാവുമോ പുത്രത്വത്തിൽ? അപ്പോൾ ചിലപ്പോൾ അവർ ഉറങ്ങാൻ അവർക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ അവരുടെ കൂടെ തോണിയിലുള്ള പുതിയ പുത്രന്മാർക്ക് ചിലപ്പോൾ ഉറങ്ങാൻ സാധിക്കില്ലായിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് ഇതുവരെ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് ആളുകൾ എൻ്റെ അടുത്തേക്ക് അവരുടെ പ്രശ്നങ്ങളുമായി വരും. എൻ്റെ കാര്യം ഇതാണ്, ആ കൊടുങ്കാറ്റിന് നടുവിൽ അവരെ ഉണർത്തണം. നിങ്ങളുടെ തിരിച്ചറിവ് എന്താണ് എന്നുള്ളതിൽ. പുറത്തുള്ള സാഹചര്യങ്ങൾ എന്താണെങ്കിലും അത് നിങ്ങളെ ബാധിക്കുകയില്ല. നിങ്ങളൊരു പുത്രനാണ്. ആ പുത്രത്വത്തിൽ നിങ്ങൾ ആ സ്ഥിരതയിൽ വിശ്രമത്തിലേക്ക് വരണം. നിങ്ങൾ ഇതിൽ ഉണരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ കൊടുങ്കാറ്റും നിങ്ങളെ ഒന്നും ചെയ്യാൻ അതിന് സാധിക്കുകയില്ല. ഇതിന് നിങ്ങളുടെ മുകളിൽ ഒരു അധികാരവുമില്ല. ഞാൻ ഒരിക്കലും കോവിഡിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല അതിനെ തുടരുത് എന്ന്. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം ഞാൻ അതിന് മുകളിലാണ് എന്ന്. പുനരുത്ഥാന ജീവനാണ് എൻ്റെ സ്വഭാവം, പുനരുത്ഥാന ജീവൻ. ഞാൻ എത്ര അധികം ഇതിൽ ഉണരുന്നുവോ എനിക്ക് പറയേണ്ട ആവശ്യം പോലുമില്ല. ആ അറിവിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് സിംഹവും ഒരിക്കലും രാവിലെ എഴുന്നേറ്റ് എന്നും പറയാറില്ല ഞാൻ സിംഹമാണ് എന്ന്. ചിലപ്പോൾ അതിന് പറയേണ്ട ആവശ്യമുണ്ടാകും, കാരണം അത് ഒരുപാട് സമയം കഴുതപ്പുലികളുടെ കൂടെ ജീവിച്ചതുകൊണ്ട്. പക്ഷെ അത് കുറച്ച് സമയത്തിന് ശേഷം അത് വ്യത്യസ്തമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് വിശ്രമത്തിലിരിക്കും. ഞാനും നിങ്ങളും ഈ ലോകത്തിലാണ്, പക്ഷെ നമ്മൾ ലോകത്തിലുള്ളവരല്ല. യേശു എന്നും രാവിലെ എഴുന്നേറ്റ് പറയാറില്ലായിരുന്നു ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന്. അവൻ അറിയാമായിരുന്നു അവൻ ദൈവപുത്രനാണ് എന്ന്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഏറ്റു പറയാൻ പറയുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ലോകത്തിലാണ്. മറ്റുള്ളവരുടെ സ്വാധീനത നമ്മുടെ മുകളിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ചിലപ്പോൾ മറ്റുള്ള മനുഷ്യരെ പോലെ കാണാൻ തുടങ്ങും. എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധരാക്കുക, നമ്മളെ തന്നെ വേർപെടുത്തുക അവരിൽ നിന്നും. നമ്മൾ അറിയുന്നു നമ്മുടെ ഉൽപ്പത്തി ഇപ്പോൾ വേറെയാണ്. നമ്മൾ സ്വർഗത്തിൽ നിന്നും ജനിച്ചവരാണ്. കുറച്ച് സമയത്തിന് ശേഷം അസാധാരണമായിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി അതൊരു സാധാരണമായി തീരും. സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുകയാണ്, ഒരു കാര്യം നമ്മൾ ചെയ്യണം, നമ്മളെ തന്നെ വിശുദ്ധരായി വേർപാടിൽ നമ്മൾ കൊണ്ടുപോകണം. യോഹന്നാന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു എങ്ങനെയാണ് യേശു പറഞ്ഞത്, സത്യത്തിലൂടെ ഞാൻ അവരെ വിശുദ്ധീകരിക്കും, നിന്റെ വചനമാണ് സത്യമെന്ന്. നിങ്ങളെ തന്നെ എങ്ങനെയാണ് വേർപെടുത്തുന്നത്, വിശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ ലോകത്തിൽ ഒരു നിയമമുണ്ട്, അതിൽ പാപമുണ്ട്, അതിൻ്റെ ശിക്ഷ മരണമാണ്. പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം ലോകത്തിൽ സ്വാധീനിക്കുന്നു. നിങ്ങൾക്ക് ഈ വെളിപ്പാട് മനസ്സിലാക്കും. എന്തുകൊണ്ടാണ്? ഇത് നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. നിങ്ങൾക്ക് ഈ ബോർഡിൽ കാണാൻ സാധിക്കും, എഴുതിയിരിക്കുകയാണ് പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം അത് ഈ ലോകത്തിൽ ഉണ്ട്. നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്, നമ്മളെ വേർപെടുത്തുന്നത് എങ്ങനെയാണ്? ഈ നിയമത്തിൽ നിന്നും, വചനത്തിലൂടെ. ഇവിടെയാണ് ജീവന്റെ നിയമം. നമ്മൾ ഒരു മേഖലയിൽ നിന്നും മാറി മറ്റൊരു മേഖലയിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മളെ തന്നെ നമ്മൾ വേർപെടുത്തുന്നത്? വിശ്വാസത്തിലൂടെ മാത്രം. അതുകൊണ്ട് എൻ്റെ വീണ്ടും ജനം നടന്നപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിലായിരുന്നു. അറിവില്ലായ്മയിലൂടെ ഇപ്പോഴും ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എന്നെ സ്വാധീനിച്ചു കൊണ്ടിരുന്നു. റൊമത്തോറൈറ്റിസ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്ക് അറിയുകയില്ലായിരുന്നു എന്നെ തന്നെ വേർപെടുത്തി വിശുദ്ധീകരിച്ച് ജീവിക്കണമെന്ന്. അതിന്റെ അർത്ഥം പോലും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ സമയത്തും ഞാൻ വചനം എടുത്തുകൊണ്ട് നടന്നു, അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു, പ്രിയ ഇപ്പോൾ നീ പുതിയ സൃഷ്ടിയാണ്, നിന്റെ വീണ്ടും ജന്മം സ്വർഗത്തിൽ നിന്നാണ് നടന്നിരിക്കുന്നത്, രോഗത്തിന് നിന്റെ മേളിൽ അധികാരമില്ല. ഞാൻ വചനം എടുത്തു, ഞാൻ ഉണർന്നു. ഇത് മനുഷ്യന് നടക്കുമായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ പുത്രന്മാർക്കുണ്ടാവുകയില്ല. ഇതൊരു വ്യാജമാണ്, ഇതൊരു ഭ്രമമാണ്. നമ്മൾ പഠിച്ചതുപോലെ ലോകത്തിൻ്റെതായതിൽ എല്ലാം ഭ്രമമാണ്. യേശു ക്രിസ്തുവിൽ പക്ഷെ എല്ലാം സത്യമാണ്. നമ്മൾ ഒരു മേഖലയിൽ ജീവിക്കുകയാണ്, മറ്റൊരു മേഖലയിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ തന്നെ നിലനിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്? അവിടെ എല്ലാ വാഗ്ദത്തങ്ങളും ആമേനിലാവുന്നത് നമ്മളെ തന്നെ വേർപെടുത്തുന്നതിലൂടെ, വചനത്തിലൂടെ. അതിന്റെ അർത്ഥം ഇതാണ്, വിശുദ്ധി. എല്ലാ അശുദ്ധമായ തിരിച്ചറിവുകളുടെ വിത്തുകളെയും നമ്മുടെ പ്രാണനിൽ നിന്ന് എടുത്തു കളയുക, അവന്റെ പുത്രത്വത്തിന്റെ രാജ്യത്തെക്കുറിച്ച് ഉണരുക. എത്രയധികം നാം വിശ്രമത്തിലിരുന്നോ, എൻ്റെ സ്വഭാവത്തിൽ രോഗമില്ല എന്നുള്ളതിൽ പുനരുദ്ധാന ജീവനാണ് എൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഏറ്റു പറയുകയില്ല ഞാൻ രോഗിയാണ് എന്ന്. എൻ്റെ ഏറ്റുപറച്ചിൽ എപ്പോഴും ഇതാണ്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് എന്നുള്ളതാണ്. ഇതാണ് സത്യം. കുറച്ച് സമയത്തിന് ശേഷം എല്ലാ ലക്ഷണങ്ങളും എന്നെ വിട്ടുപോയി. അതിനുശേഷം ഞാൻ ഒരിക്കലും രോഗിയായിട്ടില്ല. ഈ ശുദ്ധീകരണം, വിശുദ്ധിയിലൂടെ ഞാൻ സ്വർഗീയ പിതാവിന്റെ വിശുദ്ധ സ്വഭാവത്തിൽ സമഭാഗിയാകുകയാണ്. അവന്റെ വിശുദ്ധിയിൽ ഞാൻ സമഭാഗിയാകുകയാണ്. ആ വിശുദ്ധിയുടെ അർത്ഥം ഇതാണ്, പലരും ചിന്തിക്കുന്നത് പോലെയല്ല. വിശുദ്ധി എന്നുള്ളതിന്റെ അർത്ഥം ഇതാണ്, സ്വർഗീയ പിതാവായിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുമായിരിക്കുക. അത് ഉയർച്ചയായിരിക്കാം. സാമ്പത്തിക മേഖലയിലോ ബന്ധങ്ങളിലോ എല്ലാം നമ്മൾ അവന്റെ എല്ലാ സ്വർഗീയ സ്വഭാവത്തിൽ നമ്മൾ സമഭാഗികളാണ്. നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ.
നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? നിങ്ങൾക്കറിയാമോ, ഞാൻ എപ്പോഴും ഉത്സാഹിപ്പിക്കാറുണ്ട്, ഒരു പുത്രന്റെ രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും കൊടുങ്കാറ്റിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകരുത്. നിങ്ങൾ അതിനോട് എതിർത്ത് നിൽക്കണം. അതാണ് ആ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ നമുക്ക് തോന്നാം. പക്ഷേ പലപ്പോഴും തോന്നും, ഇപ്പോൾ ആവശ്യമുണ്ട്, ഈ സമയത്ത് പ്രശ്നം വളരെ വലുതാണ് എന്ന്. പക്ഷേ അതാണ് ശരിയായ സമയം. നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ടത്, പ്രശ്നമല്ല വലുത്, പക്ഷെ നമ്മുടെ അകത്തുള്ളവൻ, ആരിലൂടെയാണ് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചത്, അവനാണ് ഈ ലോകത്തേക്കാൾ വലിയവൻ, ഈ പ്രശ്നത്തെക്കാൾ വലിയവൻ. നിങ്ങൾക്കറിയാമോ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യേശു അവൻ കാണാൻ സാധാരണ മനുഷ്യനെ പോലെയായിരുന്നു. പക്ഷെ അവർക്കറിയാമായിരുന്നു അവൻ ആരാണ് എന്ന്. അവൻ എല്ലാ കാര്യത്തിലും അവൻ ഒരിക്കലും മറക്കയില്ലായിരുന്നു അവൻ ആരാണെന്ന്. നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കും എങ്ങനെയാണ് കുറച്ച് സമയത്തിന് ശേഷം യേശുവും ഈ കാര്യം ഏറ്റുപറയുന്നത്. ശിഷ്യന്മാരെ പുറത്തു വിടുകയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇവരെയും അതുപോലെ അയക്കുകയാണ്. ഇവർ പോകുമ്പോൾ ഈ ലോകത്തിൽ അവർ ജീവിക്കുന്നുവെങ്കിലും അവർ ലോകത്തിനുള്ളവരല്ല. ഇവരെയും അങ്ങനെ വിശുദ്ധീകരിക്കണമേ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു എങ്ങനെയാണ് താൻ വിശുദ്ധീകരിച്ചത്? എല്ലാ പ്രാവശ്യവും അവനെ തന്നെ വേർപെടുത്തി സത്യത്തിലൂടെ. നിങ്ങൾക്കറിയാമോ, വചനമാണ് ഒരേ ഒരു സത്യമായിട്ടുള്ള കാര്യം. വചനത്തിൽ ആ കാര്യമില്ല എങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കുകയില്ല. നിങ്ങൾക്കറിയാമോ, എൻ്റെ മമ്മിക്ക് ക്യാൻസറിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു, ഈ കാണുന്നത് അതൊരു ഭ്രമമാണ്, ഇത് വ്യാജമാണ്, ഇതില്ലാത്ത കാര്യമാണ്. അവിശ്വാസം വരാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ വചനത്തിൽ കാണുവാനിടയായി സങ്കീർത്തനം 91 ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്നുള്ളത്. യേശു സഞ്ചരിച്ചപ്പോൾ ഒരുപാട് രോഗികൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അവർ എല്ലാവരും സൗഖ്യമാകുവാനിടയായി. നിങ്ങൾ വിശ്രമിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് തോന്നും നമ്മൾ വിശ്രമത്തിലാണ്, ചിലപ്പോൾ തോന്നും ഇവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നേ ഇല്ലാന്ന് തോന്നും. അതെന്തുകൊണ്ടെന്നാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഭാരപ്പെടാത്തത്? പിതാവ് എനിക്ക് വേണ്ടി വിചാരപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇപ്പോൾ വേറൊരു മേഖലയിൽ യേശു ക്രിസ്തുവിലാണ്. എത്രയധികം നമ്മൾ ഈ സത്യത്തിൽ ഉണരുന്നുവോ നമുക്ക് വിശ്രമത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ നമ്മുടെ ചിന്തകളെ വേർപെടുത്തിയപ്പോൾ ആ ക്യാൻസറിന്റെ റിപ്പോർട്ടും അതും നെഗറ്റീവായി തീരുവാനിടയായി. ഇതെല്ലാം നടന്നത് നമ്മളെ തന്നെ വേർപെടുത്തിയപ്പോൾ സത്യത്തിലൂടെ. വചനം പറയുന്നത് പോലെ നമ്മൾ ഈ ലോകത്തിലുള്ളവരാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല, നമ്മൾ യേശു ക്രിസ്തുവിലാണ് എന്നുള്ളതിൽ മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അവന്റെ വിശദീകരണം പ്രാപിക്കാൻ നമ്മുടെ ഗുണത്തിനായി. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവാണ് നമ്മുടെ അകത്ത് നിന്ന് എല്ലാ വിത്തുകളും പിതാവിൽ നിന്നല്ലാത്തത്, ഈ ലോകത്തിന്റെ അശുദ്ധമായിട്ടുള്ള വിത്തുകൾ, ആ എല്ലാ വിത്തുകളെയും വേർപെടുത്തി നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആ വേർപാടിൽ വേറൊരു മേഖലയിൽ യേശു ക്രിസ്തുവിൽ അതിൽ നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടി. എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്ന് നമ്മൾ കേട്ട സാക്ഷ്യത്തിൽ. അതിലെങ്ങനെയാണ് പ്രശ്നം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നത്? ഫോൺ എടുത്തില്ല അവർ, പ്രിയയുടെ അടുത്ത് വന്നില്ല അവർ നേരെ പിതാവിൻ്റെ അടുത്ത് പോയി. എന്തുകൊണ്ടെന്നാൽ യേശു വന്നത് ആ ബന്ധം തിരിച്ചു സ്ഥാപിക്കാൻ വേണ്ടിയാണ് പിതാവുമായിട്ടുള്ള തകർന്നു പോയത്. യേശു ക്രിസ്തു ക്രൂശിൽ പോയപ്പോൾ അവൻ പറയുകയാണ്, ഇപ്പോൾ എൻ്റെ അടുത്തേക്കല്ല, നേരെ നിങ്ങൾക്ക് പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. അവനാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പ്രശ്നം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ പിതാവിൻ്റെ അടുത്തേക്ക് പോകുക. അതാണ് നിങ്ങളുടെ സ്ഥലം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എപ്പോൾ പ്രശ്നം വന്നാലും, എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും, ഞാൻ ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും അടുത്തേക്ക് ഓടാറില്ല. ഞാൻ എൻ്റെ പ്രശ്നങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം എനിക്ക് വേണ്ടി ഒരു സ്ഥലം വെച്ചിട്ടുണ്ട് എൻ്റെ പിതാവിലൂടെ. ഞാൻ അതിൽ ഒരിക്കലും എപ്പോൾ വേണമെങ്കിലും എനിക്ക് അവിടെ പോയി അവനെ വിളിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുക. യേശുവാണ് നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ മേഖലകൾ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ആ സ്ഥാനം വിട്ടുകളയാതിരിക്കുക. നിങ്ങൾക്കറിയാമോ, മുഴുവൻ ആത്മീയ മണ്ഡലങ്ങളും അവർ നിങ്ങളെ അറിയുന്നു. അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങളിലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പുത്രൻ അവന്റെ തിരിച്ചറിവിലാണോ അല്ലയോ എന്ന്. ഞാൻ വേറൊരു സ്വപ്നം കണ്ടത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എത്രയധികം ദർശനങ്ങൾ എനിക്ക് പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം സത്യത്തിൽ ഓരോ ദർശനങ്ങളും അത് പ്രിയപ്പെട്ടതാണ്. പിതാവിനെ പലതും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഫേസ്ബുക്ക് പുതിയതായിട്ട് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയായിരുന്നു. യേശുവിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുക്കുകയായിരുന്നു. അവിടെ എനിക്ക് കാണാൻ സാധിച്ചു ഒരുപാട് കുഞ്ഞുങ്ങളെ അവൻ ദത്തെടുക്കുന്നു. ഞാൻ അവനോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇത്രയധികം കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നത്? അദ്ദേഹം എന്നെ നോക്കിയിട്ട് എന്നോട് പറയാനിടയായി, പ്രിയ, നിനക്കറിയാമോ എൻ്റെ ഏറ്റവും വലിയ പ്രശംസ അത്
അതെന്താണെന്ന്, എനിക്ക് ഇത്രയധികം കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ എല്ലാവർക്കും ഒരേ ഒരു പിതാവ് മാത്രമേ ഉള്ളൂ. അവരുടെ പിതാവായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശംസ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ പ്രശംസയുടെ കാര്യം അവനിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഫലമുണ്ടാകുമ്പോൾ എല്ലാ മഹത്വവും നിങ്ങൾ പിതാവിന് കൊടുക്കുക. നമ്മൾ അങ്ങനെ ചെയ്യാൻ പഠിക്കുമ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മുടെ വ്യക്തിപരമായ ബന്ധം പിതാവുമായിട്ടുള്ളത് അധികമായി അത് ദൃഢതയുള്ളതായി മാറും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പരിപൂർണനായ പുത്രൻ അവൻ അറിയുന്നു അവൻ്റെ സ്വർഗീയ പിതാവ് അവനെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളത്. എത്രയധികം നമ്മൾ പിതാവിൻ്റെ അടുത്ത് പോകാൻ പഠിക്കുന്നുവോ അത്രയധികം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ വിജയം കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നാളെ ഗോലിയാത്ത് നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാലും, എന്തുകൊണ്ടെന്നാൽ ദാവീദിന് വേണ്ടിയല്ല, അവർ ഇസ്രായേലിന് വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ആ യുദ്ധത്തിൽ ദാവീദ് അവിടെ പോയി അവന്റെ വ്യക്തിപരമായ പിതാവുമായിട്ടുള്ള ബന്ധം ദൃഢമായതുകൊണ്ട് ആ ബന്ധത്തിൽ ഉറച്ചുകൊണ്ട് ആ ഗോലിയാത്തിനെയും അവൻ തോൽപ്പിക്കുവാനിടയായി. അതേപോലെ നമ്മുടെ ജീവിതം, നമ്മുടെ ബന്ധം ഉറപ്പുള്ളതാകുന്നതിലൂടെ നമ്മൾ മറ്റുള്ളവർക്കും രക്ഷയ്ക്ക് കാരണമായി തീരുവാനിടയാകും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. എന്തുകൊണ്ടാണ് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ആ മേഖലയിൽ നമ്മൾ നമ്മളെ തന്നെ കണ്ടിട്ടില്ല യേശു ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയുടെ രൂപത്തിൽ. എത്രയധികം നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി, ആ പരീക്ഷണങ്ങളുടെ ഇടയിൽ ആ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, എന്നെയും നിങ്ങളെയും കുറിച്ച് പിതാവ് പറഞ്ഞിരിക്കുന്നതിൽ നമ്മൾ നമ്മളെ തന്നെ വേർപെടുത്തുമ്പോൾ, സത്യത്തിലൂടെ വചനത്തിലൂടെ എത്രയധികം നമ്മൾ ഇരുമനസ്സോടെ അല്ല ഒരു മനസ്സോടെ ഏക ചിന്തയോടെ വരുമ്പോൾ നമ്മുടെ തിരിച്ചറിവിന്റെ കാര്യത്തിൽ നമ്മൾ സ്വർഗീയ ജാതിയാണെന്നുള്ളതിൽ എന്താണ് സംഭവിക്കുന്നത്? ആ നീതിയുടെ ഫലം ഉണ്ടാവുകയാണ് അവന്റെ നീതിയിലൂടെയുള്ളത്. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ അതിൽ വിജയാളികളായി തീരുവാനിടയാകും. നമുക്ക് മുന്നോട്ട് വായിക്കാം. യെശയ്യാവ് 32:17 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയുമായിരിക്കും. നിങ്ങൾക്കറിയാമോ, എല്ലാ പരീക്ഷണങ്ങളും നിങ്ങൾ ജയവാളിയാകുവാനിടയാകും. അത് നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും നിർഭയതയും വിശ്രമവും ഉണ്ടാകുവാനിടയാകും. മുന്നോട്ട് നമുക്ക് വായിക്കാം. നിങ്ങൾക്കറിയാം, എല്ലാ പരീക്ഷണങ്ങളിലും നിങ്ങൾ വിജയാളിയാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും ശാശ്വത വിശ്രമവും നിർഭയതയും ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് മുന്നോട്ട് വായിക്കാം. എബ്രായർ 12:12 ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന്? അങ്ങനെയുള്ള എന്തോ ഒന്നുണ്ട്, എന്തോ സാഹചര്യമുണ്ട്, അല്ലെ ചിന്തയുണ്ട് ഒരു മുടന്തിനെ കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ പരീക്ഷണത്തിലൂടെ നമ്മൾ ഭേദമാകേണ്ടതിനാണ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ വീണ്ടും അത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ ശിക്ഷ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ, അതിൻ്റെ അർത്ഥം അവന്റെ വചനത്തിലൂടെ ശരിയാക്കുക എന്നുള്ളതാണ്. സ്വർഗീയ പിതാവ് ഒരിക്കലും ഒരു രോഗത്തിലൂടെ നിങ്ങളെ പരീക്ഷിക്കുകയില്ല, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിലൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ ഇതിലൂടെ. എന്തിനൊക്കെ വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ പോയോ ആ കാര്യങ്ങളെ അവൻ ഉപയോഗിക്കുകയില്ല നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ ഇത് വരുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ നമ്മളെ തന്നെ വേർപാടിൽ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. എത്രയധികം നമ്മൾ നമ്മുടെ തിരിച്ചറിവിന്റെ വിഷയത്തിൽ നമ്മൾ വചനം കേൾക്കുന്നു, നമ്മൾ ആ വിശുദ്ധിയിൽ ആ വേർപാടിൽ നമ്മൾ വരുമ്പോൾ അപ്പോൾ സാക്ഷ്യമുണ്ടാകുവാനിടയാവും. പ്രിയ, ഞാൻ എന്തിനു വേണ്ടി ഇത്ര വർഷമായി വെയിറ്റ് ചെയ്തിരുന്നോ അത് ഇന്നലെ തന്നെ എൻ്റെ ജീവിതത്തിൽ പൂർത്തിയായി. ഇതെങ്ങനെയാണ് നടന്നത്? അതിന്റെ ഉത്തരം പുറത്തായിരുന്നില്ല, അത് നിങ്ങളുടെ തിരിച്ചറിവുമായി ബന്ധപ്പെട്ടിരുന്നു. നിങ്ങൾ നേരത്തെ ലോകത്തിലായിരുന്നു, നമ്മൾ വചനം കേട്ടതിലൂടെ നമ്മൾ അറിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ യേശുവിലാണ്, അവിടെ എല്ലാ വാഗ്ദത്തങ്ങളും ആമേനാണ്. നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം നമുക്ക് വായിക്കാം. ഇവിടെ സാക്ഷാൽ മുന്തിരിവള്ളിയെക്കുറിച്ച് യേശു പറയുകയാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇളകേണ്ടത് ആവശ്യമാണ്. എന്തിനെന്നാൽ ദൈവത്തിൽ നിന്നല്ലാത്തത് എല്ലാം ഇളകിപ്പോകാൻ വേണ്ടി. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോർഡിൽ യേശു പറയുകയാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിലുള്ള കൊമ്പുകൾ
എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും, മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അതിനെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ചെത്തി വെടിപ്പാക്കുക എന്നുള്ളതിന്റെ ഗ്രീക്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാനത് തപ്പി നോക്കി, ആ വാക്ക് എനിക്ക് ലഭിച്ചു. ഖത്തൈറോ. ഖത്തൈറോ അതിന്റെ ആ വാക്കിന്റെ അർത്ഥം ശുദ്ധീകരിക്കുക, ഒരു കലർപ്പുമില്ലാതെ തിരിച്ച് അതിനെ ശുദ്ധീകരിക്കുക, ഒരു കലർപ്പുമില്ലാതെ. അതിന്റെ അർത്ഥം നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നത് ആ മേഖലയിലാണ്, എവിടെയോ കലർപ്പുള്ളതിലാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ കലർപ്പില്ലാത്തത് ശുദ്ധീകരിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെത്തി വെടിപ്പാക്കുന്ന ഒരു അവസ്ഥ അനുഭവിക്കുന്നുവെങ്കിൽ അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കാണുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ എഴുതിയിരിക്കുകയാണ്, കായ്ക്കാത്തതിനെ അവൻ നീക്കിക്കളയുകയാണ്. ഏത് നിമിഷം നമ്മൾ യേശു ക്രിസ്തുവിൽ വന്നോ നാം അവനുമായി ഒന്നായിരിക്കുകയാണ്. ആ ചെത്തി വെടിപ്പാക്കുന്നത് ആ മേഖലകളിലാണ്. ഇതുവരെ ആ മേഖലയിൽ കലർപ്പുള്ളത് കൊണ്ടാണ്. അവിടെ ചിലപ്പോൾ നമ്മൾ രണ്ട് മനസ്സോടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ചെത്തി വെടിപ്പാക്കാൻ. നമ്മൾ ഒരു തിരിച്ചറിവോടെ അധികമായി സഞ്ചരിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഞാൻ രോഗിയായിക്കൊണ്ടിരുന്നത്? ഞാൻ വിശ്വസിക്കുമായിരുന്നു ചിലപ്പോൾ എനിക്ക് രോഗം വരുമായിരിക്കുമെന്ന്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുമായിരുന്നു ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ സൗഖ്യമാകുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ കണ്ണ് തുറക്കുവാനിടയായി. എന്തുകൊണ്ടെന്നാൽ രോഗം ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന അതിനൊരു ഉത്തരവുമില്ലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് അധികം തിരഞ്ഞെടുപ്പില്ലായിരുന്നു. ഞാൻ ഇത്രമാത്രം അറിഞ്ഞു, ഇന്നത്തെ ദിവസത്തിന് ശേഷം ഞാൻ മനസ്സോട് ആയിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ആയിരിക്കില്ല. ഞാൻ മരിച്ചാലും ഇത് വിശ്വസിക്കുന്ന ഞാൻ വിടുകയില്ല. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. എൻ്റെ സ്വഭാവത്തിൽ രോഗമേ ഇല്ല. ചിലപ്പോൾ നമുക്ക് തോന്നും വചനം വചനം വചനം, പക്ഷെ ചില വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വചനത്തിൽ വായിച്ചു, എങ്ങനെയാണ് യേശു വന്നത്, അവൻ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശു ക്രിസ്തുവിൽ ഞാനിപ്പോൾ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. പഴയ സൃഷ്ടിക്ക് ചിലപ്പം രോഗം വരാം, പക്ഷെ പുതിയ സൃഷ്ടിക്ക് ഒരിക്കലും രോഗം വരത്തില്ല. ഇത് വചനത്തിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങൾക്ക് രോഗം വരികയില്ല എന്ന്? ഇല്ല. പക്ഷെ ഇതൊരു വെളിപ്പാടാണ്. അത് പരിശുദ്ധാത്മാവ് അതിൽ ഉണർത്തുകയാണ്. എൻ്റെ സ്വഭാവത്തിൽ രോഗമേ ഇല്ല. എന്തുകൊണ്ടാണ്? ഞാൻ അവൻ്റെ സ്വർഗീയ സ്വഭാവത്തിൽ ഇപ്പോൾ ഒന്നായിരിക്കുകയാണ്. ഞാൻ ഈ സത്യത്തിൽ വിശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്നെ തന്നെ ഈ ലോകത്ത് നിന്ന് വേർപെടുത്തി. 8 മാസം കൊണ്ട് നടക്കാഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുവാനിടയായി, വേർപാടിലൂടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആന്റിയുടെ സാക്ഷ്യം കേട്ടു. എങ്ങനെയാണ് അവരുടെ ആ പേപ്പർ സൈൻ ഇട്ടത്? നമ്മൾ എന്താണ് ചെയ്തത്? അവരെ വിശുദ്ധിയിൽ ഉണർത്തി. അവരിവിടെ ലോകത്തിലായിരിക്കുന്നവർക്ക്, ലോകത്തിലുള്ളവരുടെ ആർക്കെങ്കിലും അപ്രൂവ് വേണമെന്ന് തോന്നും. പക്ഷെ ഞാനും നിങ്ങളും യേശുവിലാണ്. അതുകൊണ്ട് നമ്മുടെ അനുവാദമാണ് ആദ്യം വേണ്ടത്. അവരവരുടെ വിഷയത്തെക്കുറിച്ച് സത്യം കണ്ടപ്പോൾ നമുക്ക് പഴയ നിയമത്തിൽ വായിക്കാൻ സാധിക്കും, ഇസ്രയേലിൽ അവരുടെ കുഞ്ഞുങ്ങൾ രോഗം വന്നപ്പോൾ അവരെന്താണ് ചെയ്തത്? ഒരു സർപ്പത്തെ ഉയർത്തുവാനിടയായി. ആരൊക്കെ ആ സർപ്പത്തെ നോക്കിയോ അവരെല്ലാവരും സൗഖ്യമാകുവാനിടയായി. ഞാനും നിങ്ങളും മാറുന്നു വിശ്വാസത്തിലൂടെ. എത്രയധികം നമ്മൾ ആ വചനത്തിലേക്ക് നമ്മൾ നോക്കുന്നുവോ, നമ്മളത് നോക്കുന്നതിലൂടെ, അതിനെ നോക്കുന്നതിലൂടെ അവന്റെ രൂപത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഞാനവരെ കാണിക്കുക മാത്രം ചെയ്തു, നിങ്ങൾ വാലല്ല തലയാണ്. അടുത്ത ദിവസം അവരുടെ പേപ്പർ അപ്രൂവ് ആവുകയാണ്. 15 ദിവസമായി നടക്കാഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് നടന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ അവരുടെ തിരിച്ചറിവിൽ ഉണർത്തി, നിങ്ങൾ ഈ ലോകത്തിലാണ്, പക്ഷേ നിങ്ങൾ യേശു ക്രിസ്തുവിലാണ്. ഇതേ കാരണമാണ് വചനം നടക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ ഏതെല്ലാ മേഖലയിലും ഉണരുകയാണ് നമ്മുടെ യഥാർത്ഥ തിരിച്ചറിവിനെ കുറിച്ചുള്ളതിൽ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അതിന്റെ അർത്ഥം നമ്മൾ ഇവിടെ യേശുവിലാണ്. അവൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒരു ഫലം മാത്രമായിട്ട് ഇരിക്കാതിരിക്കുക, ഒരുപാട് ഫലം പുറപ്പെടുവിക്കുക. അതുകൊണ്ടാണ് സ്വർഗീയ പിതാവ് അങ്ങനെയുള്ള എല്ലാ വ്യാജങ്ങളെയും ലോകത്തിലൂടെ വിധിക്കപ്പെട്ടത് നമ്മുടെ പ്രാണനിലുള്ളതിനെ എടുത്തു കളയുന്നു. നമ്മുടെ ടീച്ചർ, നമ്മുടെ മമ്മി, നമ്മുടെ സുഹൃത്തുക്കളിലൂടെ തിരിച്ചറിവ് ലോകത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ ഉള്ളിലിട്ടത് ഇപ്പോൾ സ്വർഗീയ പിതാവ് നമ്മളെ വേർപെടുത്തുകയാണ്. അല്ല, നീ സ്വർഗത്തിൽ നിന്ന് വന്നാണ്. നിങ്ങൾക്കറിയാമോ, മാർവലിന്റെ ഒരു സൂപ്പർ ഹീറോ തോർ, ആ തോറിന് ഈ ലോകത്ത് വന്ന് ഇവിടെ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർമാൻ ഈ ലോകത്തിൽ വന്നിട്ട് ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുകയാണ്, ഇവിടുത്തെ വിദ്യാഭ്യാസം അവന് ഉള്ളതാണോ? അവൻ ചിലപ്പോൾ പറയുന്നത് ശരിയാണ്, പക്ഷെ ഇത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ഞാൻ വേറൊരു മേഖലയിൽ നിന്ന് വന്നതാണ്. ആ മേഖലയിലെ പുസ്തകമാണ് പഠിക്കേണ്ടത്, അവൻ വായിക്കേണ്ടത്. ഇതാണ് വിശുദ്ധിയുടെ അർത്ഥം. സ്വർഗീയ പിതാവ് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്ത് പോലെയും പുസ്തകങ്ങൾ വായിച്ചു, ഇപ്പോൾ നീ എൻ്റെ പുസ്തകം, നിങ്ങളെ കുറിച്ചുള്ളത്, അത് വായിക്കുക, എന്നിട്ട് അറിയുക. അതാണ് സത്യം. അത് ഈ ലോകത്തെ ഭ്രമം എന്നാണ് അവൻ പറയുന്നത്, വ്യാജമെന്ന് പറയുന്നു. നമ്മൾ സത്യമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്നതിനെ എത്രയധികം നമ്മൾ നമ്മുടെ പിതാവിൽ വിശ്വസിക്കുന്നുവോ, ഈ വിഷയത്തെക്കുറിച്ച്
നമ്മുടെ ഉൽപ്പത്തി ഇപ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ളതല്ല, ഇത് സ്വർഗത്തിൽ നിന്നാണ്. സൂപ്പർമാനും അവന്റെ പിതാവിലായിരിക്കും വിശ്വസിക്കുന്നത്. അവരുടെ ലോകത്തിലെ പിതാവിനെ കുറിച്ചല്ല. എന്തുകൊണ്ടെന്നാൽ അത് വേറൊരു ജാതിയാണ്. നമ്മൾ എത്രയധികം നമ്മുടെ തിരിച്ചറിവിൽ ഉണരുന്നുവോ യഥാർത്ഥമായതുള്ളതിൽ, അത്രയധികം നമ്മളുടെ ശരിയായതിൽ നമുക്ക് ശരിയാകുവാൻ സാധിക്കും. വിശ്വാസത്തിലൂടെ എല്ലാ അവകാശങ്ങളും നമുക്ക് ലഭിക്കുന്നു. എത്രയധികം നിങ്ങൾ നീതി ബോധത്തിൽ നിങ്ങൾ ഉണരുന്നുവോ അത്രയധികം നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാണുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ പാപികളല്ല, നിങ്ങൾ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. പാപം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ആദം പാപിയായിരുന്നു. ഏത് നിമിഷം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചോ നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു അവന്റെ രക്തത്തിലൂടെ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിവില്ലാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വള്ളി കണ്ടിട്ടുണ്ടോ? ആ വള്ളി എപ്പോഴാണോ ഇളകുമ്പോഴാണോ ഫലം കൊണ്ടുവരുന്നത്? അത് സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് അത് കൊണ്ടുവരുന്നത്. ആ വള്ളിയുടെ ജീവൻ ആ മുന്തിരിവള്ളിയിൽ നിന്നാണ് അതിന് ലഭിക്കുന്നത്. ആ കൊമ്പിന് ആ കൊമ്പ് ചിന്തിക്കുകയാണ്, ഈ ജീവൻ എനിക്ക് സ്വയം ലഭിക്കുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് മൂഢതയാണ്. അതൊരു പ്രശ്നത്തോടെ ആണ് അത് പോകുന്നത്. എത്രയധികം നമ്മൾ വിശ്രമത്തിൽ, നമ്മുടെ തിരിച്ചറിവിൽ വിശ്രമത്തിലായിരിക്കാൻ പഠിക്കുന്നു, അത്രയധികം ജീവൻ ആ കൊമ്പിലേക്ക് മുന്തിരിവള്ളിയിൽ നിന്ന് വരും. ഞാൻ പറയാറുണ്ട്, ഞാൻ ഏറ്റു പറയാറില്ല ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് എന്ന്. ഞാൻ ആ അറിവിലാണ് പക്ഷെ ഞാൻ ജീവിക്കുന്നത്, എന്നെ കുറിച്ചുള്ളതിൽ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ല സ്വയമായി കഴിപ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്ക് കഴിയുകയില്ല. 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സമാധാനത്തോടെ ഇരിക്കുക, എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആവക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഇവിടെ എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അവന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തണം. മതം നമ്മളെ പഠിപ്പിക്കുന്ന, രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കും യേശുവിനോട്, എൻ്റെ പരീക്ഷ എടുക്കരുത്. തിരിച്ചു വീട്ടിൽ വന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കും, യേശുവേ ഈ പ്രശ്നം ഇപ്പോഴും ഉണ്ട്, ഇത് എടുക്കുക. സ്വർഗീയ പിതാവാണ് ആ പ്രശ്നത്തിൽ എന്താണ് പറയുന്നത്? വിശ്രമത്തിൽ നിലനിൽക്കുക. ആ വിശ്രമത്തിന്റെ അർത്ഥം എന്താണ്? ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. വിശ്രമത്തിൽ നിലനിൽക്കണം. നമ്മൾ അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതിനോട് കൂടെ നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങളിലും വിശ്വസിക്കുന്നുവോ? എനിക്ക് രോഗം വരാം, ഞാൻ ഈ ലോകത്തിന്റെ മറ്റുള്ളവരെ തിരിച്ചറിവെടുക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിലനിൽക്കുക എന്നുള്ളതിന്റെ, വസിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഇതാണ്, അവന്റെ വചനം എടുക്കുക, ആ മേഖലയിൽ യേശുവിലായിരിക്കുന്നതിൽ നിലനിൽക്കുക. ഞാൻ മരിച്ചാലും ഞാൻ ഈ സത്യത്തിൽ എപ്പോഴും വിശ്വസിക്കും, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് എന്നുള്ളതിൽ. അവന്റെ വചനത്തെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വീടുണ്ടാക്കാൻ അനുവദിക്കുക. നിങ്ങൾ ഒരേ ഒരു സത്യം മാത്രമേ ഗ്രഹിച്ചിട്ടുള്ളൂ എങ്കിലും അതിനെ എടുത്തുകൊണ്ട് ജീവിക്കുക. അതിന് വലിയ കോട്ടകൾ എടുപ്പാൻ ശക്തിയുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഒരു സാക്ഷ്യം കേട്ടു. ഒരാൾ എൻ്റെ അടുത്ത് വന്നു, അവർ സാക്ഷ്യം പറയുവാനിടയായി. ഒരുപാട് സമയമായിട്ട് ഒരു രോഗവുമായിട്ട് അവർ ഭാരപ്പെട്ടിരുന്നു. അവർ വചനം കേട്ടപ്പോൾ ആ സമയത്ത് പ്രസംഗം ഇതായിരുന്നു, നിങ്ങൾ എപ്പോഴും പിതാവിൻ്റെ അടുത്തേക്ക് പോവുക എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞു, ഞാൻ ഒരു ഭാരപ്പെട്ടില്ല, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സ്ഥലത്തിരുന്നു. എന്നിട്ട് ഞാൻ നേരെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ പ്രാർത്ഥിച്ചു. വചനം എഫേസ്യരിൽ എഴുതിയിരിക്കുന്ന പോലെ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. അവർ ആ സത്യത്തിൽ ഉണർന്നു. യേശുക്രിസ്തുവിൻ്റെ പിതാവ് ഇപ്പോൾ എൻ്റെ പിതാവാണ്. അതുകൊണ്ട് എനിക്കിനി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അടുത്ത ദിവസം അവർ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവർ വീണ്ടും ടെസ്റ്റ് ചെയ്തു. കാണുവാനിടയായി ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എല്ലാം അവരെ വിട്ടുപോകാനിടയായി. പക്ഷേ അവർ വിജാളിയായത് എങ്ങനെയാണ്? ആ പ്രശ്നത്തിന്റെ സമയത്ത് അവർ നേരെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി. അവരെ തന്നെ വേർപെടുത്തി ഈ ലോകത്തിൽ നിന്നും. ലോകം എന്താണ് പറയുന്നത്? അവരുടെ ശരീരത്തിൽ രോഗമുണ്ട് എന്നാണ്. പക്ഷെ അവരെ തന്നെ എന്താണ് ചെയ്യുന്നത്? അവരെ വേർപെടുത്തുകയാണ് തന്നെത്താൻ. ഈ അറിവിലൂടെ യേശുക്രിസ്തുവിന്റെ പിതാവ് എൻ്റെ ദൈവമാണ് എന്നുള്ളതിൽ, അവന്റെ പിതാവ് എൻ്റെ പിതാവാണ്, ആ സത്യവുമായി അവർ തിരിച്ചു പോകുമ്പോൾ ആ എല്ലാ രോഗങ്ങളും അവരുടെ ശരീരം വിട്ടു പോകുവാനിടയായി. അവരവരെ തന്നെ എങ്ങനെയാണ് വേർപെടുത്തിയത്? വചനത്തിലൂടെ. എങ്ങനെയാണ് അവരറിഞ്ഞത് അവനിൽ നിലനിൽക്കണമെന്ന്? വചനത്തിലൂടെ.
അവർ സത്യത്തിൽ ഉണർന്നപ്പോൾ, അവർ ടെസ്റ്റ് രണ്ടാമത് ചെയ്തപ്പോൾ ഡോക്ടർ അവരോട് പറയുകയാണ്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കറിയില്ല ഇതെങ്ങനെയാണ് നിങ്ങൾ ആദ്യം നിങ്ങളോട് രോഗമുണ്ട് എന്ന് പറഞ്ഞത്. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് തോന്നി ചിലപ്പോൾ ആ ലക്ഷണങ്ങൾ അത് ശരിയാണ് എന്ന്, പക്ഷെ ഞങ്ങൾക്കറിയില്ല എങ്ങനെയാണ് തെറ്റായി സംഭവിച്ചത് എന്ന്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. ഒരു വ്യത്യാസവുമില്ല ഈ ലോകം നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതിൽ. ലോകം നിങ്ങളെ അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവനെയും അറിയില്ലായിരുന്നു. യേശു ഈ ലോകത്തായിരുന്നപ്പോൾ അവൻ മനുഷ്യരെ പോലെ ആയിരുന്നു, പക്ഷേ അവർക്കറിയാമായിരുന്നു ഇവൻ മനുഷ്യജാതി അല്ല എന്ന്. ഇതാണ് സത്യം എന്നെയും നിങ്ങളെക്കുറിച്ചും. നമ്മൾ ഈ ലോകത്തിലാണ്, മനുഷ്യരുടെ ഇടയിലാണ് ജീവിക്കുന്നത്, പക്ഷേ നമ്മുടെ ഉൽപ്പത്തി ഇപ്പോൾ സ്വർഗത്തിൽ നിന്നായിരിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും, എൻ്റെ പുത്രന്മാരാകും. നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെയാണ് ഈ ലോകത്തു നിന്ന് വേർപെടുത്തുന്നത്? ആ വചനത്തിലൂടെ, സത്യത്തിലൂടെ. ആ പഴയ നിയമം അനുസരിച്ചല്ല, പുതിയ നിയമത്തിൻ്റെ സത്യവചനങ്ങളിലൂടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നമ്മൾ ആ ആദ്യജാതന്മാരുടെ സഭയായിരിക്കുന്നതെന്ന്. മോശയുടെ സഭയല്ല, ആദ്യജാതന്മാരുടെ സഭ എന്നുള്ളതിൻ്റെ അർത്ഥം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ സഭ. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സുവിശേഷം നമ്മൾ അറിയിക്കുന്നു. അവനാണ് ഉയർത്തെഴുന്നേറ്റവരിൽ ആദിജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മുന്നോട്ട് വായിക്കാം. ഗലാത്യർ അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇവിടെ നമ്മൾ വചനത്തിൽ വായിച്ചു, ഇതിനെക്കുറിച്ച് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അതിൻ്റെ അർത്ഥം ഒരു അവകാശമുണ്ട് സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കും നിങ്ങൾക്കും വേണ്ടി 22-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. 24-ാം വാക്യം ശ്രദ്ധയോടെ വായിച്ചു പിടിക്കുക. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികളാകരുത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിൽ പഴയ മനുഷ്യൻ അവൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ മോഹങ്ങൾ ഉണ്ടായിരുന്നത്, അത് ലോകത്തിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടിരുന്നത്. എഴുതിയിരിക്കുകയാണ്, അങ്ങനെയുള്ള എല്ലാ ശരീരത്തിൻ്റെ കാര്യങ്ങളും അത് മരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ചിലപ്പോൾ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ആരെങ്കിലും അവർ മദ്യപാനികളായി വേറെ എന്തെങ്കിലും തെറ്റായ കാര്യത്തിലായിരുന്നിരിക്കാം. അവർക്കതിൽ വിജയാളിയാകാൻ സാധിക്കുന്നില്ലായിരുന്നിരിക്കാം. എന്തുകൊണ്ടെന്നാൽ അവർക്ക് പരിശുദ്ധാത്മാവില്ലായിരുന്നു. പക്ഷേ ഏത് നിമിഷം നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചോ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയാണ്. പിന്നെ നമ്മൾ അങ്ങനെയുള്ള എല്ലാത്തിനെയും നമ്മുടെ കാലിന് കീഴെയാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളല്ല ആ മോഹങ്ങളോട് യുദ്ധം ചെയ്യുന്നത്, യേശു ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അവൻ അങ്ങനെയുള്ള എല്ലാ മോഹങ്ങളുടെയും മുകളിൽ വിജയാളിയേക്കാൾ മുകളിലാണ്. നമുക്ക് എസേക്കിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുമോ, ഞാൻ അവർക്കൊരു പുതിയ മനസ്സ് കൊടുക്കും, പുതിയ ആഗ്രഹങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്, ഞാൻ അവരുടെ ഉള്ളിൽ ചെന്ന് അവിടെ എൻ്റെ ഭവനമാക്കുമെന്ന് പറയുകയാണ്. ഇതാണ് ഏറ്റവും വലിയ സത്യം സാത്താൻ മറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ്റെ ഭവനമാക്കിയിരിക്കുന്നു. ഇപ്പോൾ യേശു ക്രിസ്തുവിൽ നിങ്ങൾ പിതാവിൻ്റെ നീതിയാണ്. എല്ലാം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ളതെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി പാപിയുടെ തിരിച്ചറിവിൽ നടന്നാൽ നിങ്ങൾ പാപത്തിൽ വീണ്ടും വീണ്ടും വീണുപോകും. നിങ്ങൾ എത്രയധികം നീതി ബോധത്തിൽ ഉണരുന്നുവോ നിങ്ങളെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും. എല്ലാം നിങ്ങളുടെ പിതാവിനെ പോലെ അതേ രീതിയിലാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. എന്തുകൊണ്ടെന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള സ്വഭാവം, ആ സ്വഭാവം മാറുകയാണ്. നിങ്ങൾക്കറിയാമോ, ചിത്രശലഭങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ പോയി പൂക്കളുടെ മുകളിലിരിക്കാൻ. ഞാനും നിങ്ങളും ഇപ്പോൾ ഈച്ചയല്ല.
ഈച്ചകളാണ് പോയി ചാണകത്തിന്റെ മുകളിൽ പറക്കുന്നതും അതിൽ പോയിരിക്കുന്നതും. ഏത് നിമിഷം ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൽ വന്നോ, നമ്മൾ പുതിയ സൃഷ്ടികളായിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈച്ചകളല്ല, അവൻ നമ്മളെ ചിത്രശലഭങ്ങളാക്കി, ഒരു പുതിയ ജാതി. നിങ്ങൾ ഈ ചിന്തയിൽ ഉണരുമ്പോൾ തന്നെത്താൻ ചിത്രശലഭങ്ങൾ പോയി പൂക്കളുടെ മുകളിലിരിക്കും. ചിലപ്പോൾ ആരെങ്കിലും ആ ചിത്രശലഭത്തിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഓ നീ ഈച്ചയാണ്, അപ്പോൾ ചിലപ്പോൾ അത് പോയി ചാണകത്തിലിരിക്കുമായിരിക്കാം. എന്തുകൊണ്ടെന്നാൽ ഓരോ ഒരാൾ വന്ന് അവരുടെ പ്രാണനിൽ വേറൊരു വിത്തിട്ടു. നമുക്ക് എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ പോയി അവരെ ഓർമ്മപ്പെടുത്തണം, നീ ഈച്ചയല്ല, ആരോ നിന്നോട് നുണയാണ് പറഞ്ഞിരിക്കുന്നത്, നീ ചിത്രശലഭമാണ്, നീ പറക്കുക ഇവിടുന്ന്. ഇന്നും എൻ്റെ പ്രിയരെ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയാണ്. നിങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യുക, സത്യത്തെക്കുറിച്ച്, അവർ ആയിരിക്കുന്നതിനെക്കുറിച്ച്. എല്ലാ തിരിച്ചറിവുകളും അവരുടേതല്ലാത്തത്, ഈ ലോകത്തിൽ നിന്നുള്ളത്, അതെല്ലാം പറഞ്ഞു പോകുവാനിടയാകും. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7:15 വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിരികളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എല്ലാ പ്രാവശ്യവും നിങ്ങൾ നിങ്ങളെ തന്നെ വേർപാടിൽ കൊണ്ടുപോകുമ്പോൾ, ഉദാഹരണത്തിൽ എനിക്ക് റുമറ്റോയിഡിസ് രോഗമായിരുന്നപ്പോൾ സത്യത്തിലൂടെ ഞാൻ എന്നെ തന്നെ വേർപെടുത്തി. സ്വർഗീയ പിതാവിൻ്റെ സമാധാനം എൻ്റെ അകത്ത് വന്നു. ആ ദീർഘക്ഷമ പ്രവർത്തിക്കുന്നത് ഞാൻ കാണുവാനിടയായി. ആ എല്ലാ ഫലങ്ങളും പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ഉള്ളിലുണ്ടായി. എല്ലാ പരീക്ഷകളിലും നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധരാക്കുമ്പോൾ, നിങ്ങളെ വേർപെടുത്തുമ്പോൾ, നിങ്ങൾ ആ ഫലങ്ങളെ ഉത്ഭവിപ്പിക്കുകയാണ്. ചിലതിനു വേണ്ടി അത് സന്തോഷമായിരിക്കും, അല്ലെ സമാധാനമായിരിക്കും. നിങ്ങൾക്കറിയാമോ സൃഷ്ടി എങ്ങനെയാണ് അറിയുന്നത് ആരാണ് പുത്രനെന്ന്? നമ്മൾ എങ്ങനെയാണ് വായിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് ഒരു വൃക്ഷത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അതിൻ്റെ ഫലത്തിലൂടെ. കോവിഡിൽ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ പുത്രന്മാരും അവർ ഓടുകയായിരുന്നു, പക്ഷേ ഈ പുത്രൻ സമാധാനത്തിലായിരുന്നു. എങ്ങനെയാണ് സൃഷ്ടി അറിയുന്നത് ആരാണ് യഥാർത്ഥ പുത്രനെന്ന്? ആ അവകാശങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പ്രാപിക്കാൻ സാധിക്കും? നിങ്ങളുടെ ഫലങ്ങളിലൂടെ. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 8 വരെ നമുക്ക് വായിക്കാം. പതിയെ നിങ്ങളെല്ലാവരും ഉണരുകയാണ് നിങ്ങളുടെ ആത്മീയ തിരിച്ചറിവിൽ, നിങ്ങൾ ആരാണെന്നുള്ളതിൽ. ഈ വചനം ജീവനുള്ളതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന് ഫലം കൊണ്ടുവരും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നാം എന്ത് പറയുണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാവും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നിങ്ങൾക്കറിയാമോ, ആദം പാപം ചെയ്തപ്പോൾ ആ പാപം രക്തത്തിലൂടെ അവന്റെ മുഴുവൻ സന്തതികളുടെ മേലും വന്നു. മനുഷ്യൻ എത്രയധികം ശ്രമിച്ചോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അവർക്ക് നല്ലത് ചെയ്യാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ പാപം ചെയ്ത് ആ പാപത്തിന്റെ സ്വഭാവം അത് വെളിയിലല്ല, അവരുടെ രക്തത്തിലായിരുന്നു. നമുക്ക് ബൈബിളിൽ വായിക്കാൻ സാധിക്കും, ഉൽപ്പത്തിയിൽ കായിന്റെയും ഹാബേലിനെയും കുറിച്ച്. നിങ്ങൾക്കറിയാമോ, കായിൻ അവന്റെ സഹോദരൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. ദൈവം കായിനോട് പറയാൻ, നിന്റെ സഹോദരൻ ഹാബേലിന്റെ രക്തം പ്രതികാരത്തിനായി ഭൂമിയിൽ നിന്ന് നിലവിളിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു എങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ രക്തം എന്തിനു വേണ്ടിയാണ് നിലവിളിക്കുന്നത് എന്ന്. ആ രക്ഷയുടെ വിഷയത്തെക്കുറിച്ചാണ് അത് നിലവിളിക്കുന്നത്. പാപം ഈ ലോകത്തിൽ വന്നു, അതിലൂടെ മരണം ഈ ലോകത്തിൽ വരുവാനിടയായി. പിന്നെ യേശു ഈ ലോകത്തിൽ വന്ന് എനിക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അവൻ ശരിയായ രീതിയിൽ സഞ്ചരിച്ചു. എന്തുകൊണ്ടെന്നാൽ നമുക്കൊരിക്കലും ആ ശരിയായ രീതിയിൽ ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മളെ ആ കർമ്മയുടെ ചക്രത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന്, നിങ്ങൾ നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും, തെറ്റ് ചെയ്താൽ തെറ്റ് ലഭിക്കും, ആ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ മരണത്തിന്റെ മേഖലയിൽ നമ്മളെ വിടുവിച്ചു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അവന്റെ നീതിയാണ് അതിൽ നമുക്ക് വിശ്രമിക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നുമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ പാപം ചെയ്തുകൊണ്ടിരിക്കാമെന്ന്. ഇവിടെ നിങ്ങൾ ക്രൂശിനെ ഒരു അടയാളത്തിന്റെ രൂപത്തിൽ, നിങ്ങളുടെ തിരിച്ചറിവിന്റെ രൂപത്തിൽ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ സത്യത്തിൽ നിന്ന് വിട്ടുപോകും. നിങ്ങൾ അറിയുന്നു, യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടുവെന്ന്. യേശു മരിച്ചപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ മരിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ആഗ്രഹങ്ങളും പിന്നെ അതിനുശേഷം എല്ലാം മാറുകയാണ്.
നിങ്ങൾക്കറിയാം, ഒരുപാട് പുത്രന്മാർ രാജ്യത്ത് വന്നപ്പോൾ അവർ അതിനു മുമ്പ് ചിലപ്പോൾ ഒരുപാട് മദ്യപിക്കുമായിരുന്നിരിക്കാം, അതിൽ അടിമകളായിരുന്നിരിക്കാം. ഏത് നിമിഷം അവർ യേശുവിനെ സ്വീകരിച്ചുവോ അതിനുശേഷം അവരുടെ ആഗ്രഹങ്ങൾ മാറുകയാണ്. ഞാനൊരു സത്യം മാത്രമാണ് പറഞ്ഞത്. ഒരു പുത്രന്റെ രൂപത്തിൽ നിങ്ങൾ അതിൻ്റെ രക്തത്തിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നേരത്തെ നമ്മുടെ മുകളിൽ ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കാലിൻ്റെ കീഴെയാണ്. എന്തുകൊണ്ടാണ്? ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പാപത്തിന് നിങ്ങളുടെ മേൽ വാഴുവാൻ സാധിക്കയില്ല. യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുമ്പോൾ പാപത്തിന് എൻ്റെയും നിങ്ങളുടെ മേൽ ഒരു അധികാരവുമില്ല. നമ്മൾ വീണാലും നമ്മൾ താൻ കുടഞ്ഞെഴുന്നേറ്റ് ഞാൻ ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയാണെന്ന് പറഞ്ഞു പോവും. ഞാൻ സത്യത്തിൽ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒരു പുത്രന്റെ രൂപത്തിൽ നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യം വീഴുമായിരിക്കാം. പക്ഷെ നിങ്ങൾ വീണാലും തിരിച്ച് നിങ്ങൾ അതേ സ്ഥലത്ത് നിൽക്കുകയില്ല. നിങ്ങൾ അവിടുന്ന് പുറത്തു വരും. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ അവിടുന്ന് പുറത്ത് വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമുക്ക് ഒരിക്കലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അർത്ഥം. പരിശുദ്ധാത്മാവ് വന്നത് ആ അധികാരം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാനാണ്. പൗലോസ് എഴുതുകയാണ്, പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നില്ല, യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ നിങ്ങളാണ് ക്രൂശിക്കപ്പെട്ടത്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്താൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തെ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങൾക്കറിയാമോ, ഞാനൊരു പുത്രനെ കണ്ടു. രാജ്യത്തിൽ വന്നപ്പോൾ ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോൾ 10 വർഷമായി അങ്ങനെ ഒരു മനുഷ്യനുമായി എൻ്റെ കൂടെ ജീവിക്കുകയായിരുന്നു. 10 വർഷമായിട്ട് അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, ഒരുപാട് അടിക്കുമായിരുന്നു, ഒരുപാട് വഴക്കുണ്ടാക്കുമായിരുന്നു. അവർ പറഞ്ഞു, പ്രിയ, ഞാൻ ഇവരെ വിടുകാൻ എനിക്ക് സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവരെ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ സ്നേഹത്തിൻ്റെ അർത്ഥം അറിയില്ല, എന്നെ പറയാൻ അനുവദിക്കുക. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. എന്നിട്ട് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ പോയി, എന്നിട്ട് പറഞ്ഞത് ചെയ്ത് കാണിച്ചു. സ്നേഹം പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്നതാണ്. അവൻ നിങ്ങളോട് വിശ്വാസത്തനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ചിലപ്പോൾ അതെനിക്ക് അറിയുകയില്ല എന്ന്, എനിക്കറിയില്ല എന്നെ വിവാഹം കഴിക്കുമോ എന്ന് പോലും. ഞാനപ്പോൾ പറഞ്ഞു, പിന്നെ ഇത് സ്നേഹമല്ല. പിന്നെ അവർ രാജ്യത്ത് വന്നു. ഞാൻ അവരോട് സത്യം പറഞ്ഞു, നിങ്ങൾ യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയാണ്, നിങ്ങൾ അവൻ്റെ പ്രിയയാണ്, അവർക്ക് വേണ്ടപ്പെട്ടവളാണ്. ആ യോഗ്യത യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മുൻ നിശ്ചയിച്ചതിനെ കുറിച്ച് ഞാൻ അവരെ ഉണർത്തുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഒരാൾ വരും, നിങ്ങളെ വിജയോത്സവത്തിൽ നിങ്ങളെ കൊണ്ടു നടക്കും, സ്വർഗീയ പിതാവ് നിങ്ങളെ കൊണ്ടു നടക്കുന്നത് പോലെ. ഞാൻ ആ ആത്മീയ തിരിച്ചറിവിൽ അവളെ തൃപ്തിപ്പെടുത്തുവാൻ തുടങ്ങി. അത് ഈ ലോകത്തിൻ്റെ രീതികളിൽ നടക്കുകയായിരുന്നുവെങ്കിലും പിന്നെയും ഞാൻ പറഞ്ഞില്ല, നീ പാപിയാണെന്ന് പറഞ്ഞില്ല. ഞാൻ അവരെ ഉണർത്തി, നിങ്ങൾ ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ അവരുടെ യഥാർത്ഥ തിരിച്ചറിവ് അവരുടെ ആത്മീയ തിരിച്ചറിവാണ്. എല്ലാം അവരുടെ ഈ ലോകത്തിൽ നിന്ന് ലഭിച്ചത്, അതെല്ലാം അവൾ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ തിരിച്ചറിവിൽ നിന്നുള്ളതായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവളുടെ തിരിച്ചറിവിനെ കുറിച്ച് ഞാൻ ഉണർത്തുവാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്, പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുപോയി. അതിനുശേഷം അവൾക്കൊരു സ്വപ്നം വരികയാണ്. അവർ പറഞ്ഞു, എനിക്ക് അത് കണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, ആ വ്യക്തിക്ക് നിന്റെ മുകളിൽ ഒരു അധികാരവുമില്ല. നേരത്തെ അധികാരമുണ്ടായിരുന്നു, ഇപ്പോൾ അധികാരമില്ല. ഇപ്പോൾ നീ സ്വർഗരാജ്യത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനാണ് നിങ്ങളുടെ മേൽ അധികാരമുള്ളത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ നീ അവളെ സ്നേഹിക്കുന്നില്ല എന്ന്. അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമായിരിക്കാം നീ ചെയ്യുന്നുവെന്ന്. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിന്റെ മേഖലയിൽ ഒരുപാട് സമയമായിട്ട് നീ ജീവിച്ചു. സത്യം അതാണ്, അല്ല എന്നുള്ളത്. നിങ്ങളുടെ സ്വഭാവം എല്ലാം മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ചിലപ്പോൾ ഇവിടെ കാണുമ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ മേഖലയിൽ നിന്ന് പുറത്തു വരണമെന്ന്. പക്ഷെ ഞാൻ അവരോട് പറയുക മാത്രം ചെയ്തു, നിങ്ങൾ ഈ മേഖലയിൽ നിന്നുള്ളതാണ്. പിന്നെ ആ സ്വപ്നത്തിൽ ആ വ്യക്തിയെ കാണുകയാണ്. ആ വ്യക്തി അവരുടെ വണ്ടി ഓടിക്കുകയാണ്. എന്നിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ആ ചാവി ഊരിയിട്ട് അവിടെ കൈ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി
എനിക്ക് നിന്റെ മേലൊരു അധികാരവുമില്ല എന്ന്. ആ സ്വപ്നം എന്നോട് പറഞ്ഞപ്പോൾ, ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന് ആ വ്യക്തി ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാവി ഉരി എൻ്റെ തന്നു. എനിക്ക് നിന്റെ മേൽ അധികാരമില്ല എന്ന് പറഞ്ഞു എന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിനക്ക് ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അവന് നിന്റെ മേലെ ഇനി ഒരു അധികാരവുമില്ല. എന്തുകൊണ്ട് നിന്നെ കുറിച്ചുള്ളതെല്ലാം മാറിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലായിരിക്കുമ്പോൾ നമ്മൾ പുറത്ത് വന്നാലും അപ്പോൾ നമുക്ക് തോന്നും എപ്പോഴും അതിനകത്ത് തന്നെയാണെന്ന്. ചിലപ്പോൾ നമ്മൾ വളരെ നീണ്ട സമയമായി നമ്മൾ വ്യാജം സത്യമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പുറത്ത് വന്നാലും ചിലപ്പോൾ നമുക്ക് തോന്നും ആ വ്യാജം തന്നെയാണ് സത്യമെന്ന്. സത്യം ഇതാണ്, എല്ലാം മാറിയിരിക്കുന്നു. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ അന്ധകാരത്തിന്റെ മേഖലയിൽ നിന്ന് വിടുവിച്ച് പ്രിയപുത്രന്റെ വെളിച്ചത്തിന്റെ മേഖലയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ആ പെൺകുട്ടി വളരെ നല്ലൊരു വ്യക്തിയുമായി വിവാഹം കഴിഞ്ഞ് അദ്ദേഹവും ഒരു പുത്രനാണ്. ദൈവം അങ്ങനെയുള്ള വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അവളെ ഒരു ഉത്സവത്തെ പോലെ അവളെ ആഘോഷിക്കുന്ന വ്യക്തി. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എങ്ങനെയാണ് ഒരു മേഖലയിൽ നിന്നും അവൾ മറ്റൊരു മേഖലയിലേക്ക് വന്നത് എന്ന്? നിങ്ങൾക്കറിയാമോ അവൾ എങ്ങനെയാണ് ഒരു മേഖലയിൽ നിന്ന് വേറെ മേഖലയിൽ വന്നതെന്ന്? ഞാൻ അവളെ വിശദീകരിക്കുക മാത്രം ചെയ്തു സത്യവചനത്തിലൂടെ. അവൾ ലോകത്തിലായിരുന്നെങ്കിലും ഞാൻ ലോകത്തിൻ്റെതായ ഒരു തിരിച്ചറിവ് അവൾക്ക് കൊടുത്തില്ല. അപ്പോഴും ഞാൻ അവളോട് ഒരേ ഒരു തിരിച്ചറിവ് മാത്രമാണ് കൊടുത്തത്, യഥാർത്ഥ തിരിച്ചറിവ്. നീ ലോകത്തിലാണ്, പക്ഷെ നീ ലോകത്തിൻ്റെതല്ല. സത്യത്തിലൂടെ ഞാൻ അവളെ വേർപാടിലേക്ക്, വിശുദ്ധിയിലേക്ക് ഉണർത്തുവാനിടയായി. ഒരാവശ്യവുമില്ല, ഒരനുഭവത്തിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അത് സത്യമാകണമെന്ന്. അത് വചനവുമായി ഒന്നായി പോകുന്നില്ല എങ്കിൽ, നിങ്ങൾക്കറിയാമോ, ബിലവഡിന്റെ തുടക്കത്തിൽ സ്വർഗീയപിതാവിനോട് പറഞ്ഞു, ആളുകൾ വരും അവരുടെ അനുഭവങ്ങളുമായി. അവരുടെ അനുഭവങ്ങൾ വചനവുമായി ഒന്നാവുന്നില്ല എങ്കിൽ അവരെ സ്വീകരിക്കരുത്. ആളുകൾ വന്നു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം സത്യമല്ല. ഞാൻ എൻ്റെ അനുഭവം സ്വീകരിക്കാറില്ല, വചനവുമായി അതൊന്നായി പോകുന്നില്ല എങ്കിൽ. നിങ്ങൾക്കറിയാമോ, 8 വർഷം ഞാൻ രോഗിയായിരുന്നതിന് മുമ്പ്, ഞാൻ ഈ വെളിപ്പാടിൽ ഉണരുന്നതിന് മുമ്പ് എൻ്റെ സ്വഭാവത്തിൽ രോഗമില്ല എന്നുള്ളത്. ഞാൻ സത്യത്തെ പിടിച്ചു. സത്യവചനത്തിൽ ആ തിരിച്ചറിവ് നിലനിന്നപ്പോൾ എൻ്റെ അനുഭവവും മാറുവാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ രോഗത്തെക്കുറിച്ചിൻ്റെ അനുഭവത്തെക്കുറിച്ചല്ല പറയുന്നത്, ആ വചനത്തെക്കുറിച്ചാണ്. എതിനെയാണോ ഞാൻ പിടിച്ചിരുന്നത്, അതിനെ പിടിച്ചതിന് ശേഷം എൻ്റെ അനുഭവം മാറിയത് വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഒരിക്കലും വചനവുമായി ഒന്നാകാത്ത ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാറില്ല. എനിക്കറിയാം ആ പരീക്ഷയുടെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന്. കലർപ്പുള്ള ഈ ലോകത്തിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള എല്ലാ വിത്തുകളെയും എടുത്തു കളയുകയാണ്, എന്നെ വേർപാടിൽ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടാകും. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വം ഇല്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഞാനും നിങ്ങളും പാപസംബന്ധമായി മരിച്ചു, മരണത്തിന് വേണ്ടി, ശാപത്തിന് വേണ്ടി മരിച്ചു, പക്ഷേ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി നിങ്ങൾ എണ്ണുവിനെന്ന്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ് 12-ാം വാക്യത്തിൽ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറിന് വാഴരുത്. ശരീരത്തിന്റെ മോഹങ്ങൾ, അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നില്ല. ഇപ്പോൾ യേശു ക്രിസ്തുവാണ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അത് ഞാൻ വീണ്ടും വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നിങ്ങൾക്കറിയാമോ, ഒരു കുറ്റം വിധിക്കുന്ന ഹൃദയം നമ്മളെ സ്വർഗീയ പിതാവിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകും. നമ്മൾ ഈ സത്യത്തിൽ ഉണരുമ്പോൾ നമ്മുടെ ഭൂതകാലത്തിനെയും വർത്തമാന കാലവും ഭാവി കാലത്തിനെയും പാപങ്ങൾ അവൻ ശുദ്ധീകരിച്ചു കഴിഞ്ഞുവെന്ന്, അപ്പോൾ മാത്രമേ നമുക്ക് ധൈര്യമുണ്ടാകൂ സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ. ആ സ്നേഹത്തിൽ ആ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയാണ്. ഞാനല്ല, അവനാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വെള്ളത്തിന് മുകളിൽ നടക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ, നമ്മൾ സർക്കസുകാരെ നോക്കിയാൽ അവിടെയുള്ള ആളുകൾ അവർ പരിശീലനം നടത്തുമ്പോൾ കയറിൻ്റെ മുകളിൽ നടക്കാൻ, അപ്പോൾ ശ്രദ്ധിക്കണം, അവർ പരിശീലിക്കുമ്പോൾ ഇതിന് താഴെ എന്തെങ്കിലും വലയോ അല്ലെങ്കിൽ പിടിക്കാൻ എന്തെങ്കിലും സാധനങ്ങളോ ഉണ്ടാകുമോ? ഉണ്ടാകും. എന്തുകൊണ്ട്? അവർ പരിശീലിക്കുകയാണ്. നിങ്ങൾ വീണാലും തിരിഞ്ഞ് എഴുന്നേറ്റ് നിങ്ങൾക്ക് വീണ്ടും ആ കയറിൻ്റെ മുകളിൽ നടക്കാൻ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇതാണ് ഒരു നീതിയുടെ കയർ നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു പുത്രന്റെ രൂപത്തിൽ എങ്ങനെ സഞ്ചരിക്കണമെന്ന്. ഇതാണ് നമ്മുടെ പരിശീലനവും നമ്മളുടെ ശിക്ഷയും.
നമ്മൾ താഴെ വീണാലും അവൻ്റെ കൃപയാണ് നമ്മളെ പിടിച്ചിരിക്കുന്നത്. അവൻ ഇങ്ങനെയല്ല, നമ്മളെ അവൻ കയറിൽ നടക്കാൻ പഠിപ്പിക്കുകയും താഴെ എന്തെങ്കിലും നമ്മളെ രക്ഷിക്കാനുള്ളത് വെക്കാതിരിക്കുകയും ചെയ്യുന്നതല്ല. ആ സ്നേഹത്തിലാണ് അവൻ നമ്മളെ നടത്തുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ ആദമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവൻ ആദ്യം ആ വ്യാജത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവൻ വ്യാജത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അപ്പോഴാണ് അവൻ ആ വ്യാജത്തിൻ്റെ പ്രവൃത്തിയും ചെയ്തത്. അതുകൊണ്ട് ആദ്യം ആ വ്യാജത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം വന്നത്. അവിടെ 2 ശബ്ദമുണ്ടായിരുന്നു. സ്വർഗീയ പിതാവ് പറഞ്ഞു, നീ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കാൻ നിനക്ക് സാധിക്കും, പക്ഷെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്. സാത്താൻ എന്താണ് അവനോട് പറഞ്ഞത്? ആ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തന്നെ ഭക്ഷിക്കണം. ആദം ആരുടെ ശബ്ദമാണ് കേട്ടത്? ആരുടെ കൽപ്പനയാണ് അവൻ അനുസരിച്ചത്? എന്തിൻ്റെ ദാസനാണ് അവൻ തീർന്നത്? സാത്താൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ കൽപ്പന അനുസരിച്ചു, പിന്നെ ആ പ്രവൃത്തി ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആദ്യം വിശ്വാസമാണ് വരുന്നത്. ശരിയായതിൽ വിശ്വസിക്കുക, അതിനുശേഷം മുന്നോട്ടുള്ള കാര്യങ്ങളും തന്നെത്താൻ വരും. നിങ്ങൾക്കറിയാമോ, ഞാൻ വിശ്വസിച്ചപ്പോൾ സ്വർഗീയ ആരോഗ്യത്തിൽ അത് എൻ്റെ സ്വഭാവമാണെന്നുള്ളതിൽ മരണത്തിനോ രോഗത്തിനോ എന്നിൽ സ്ഥാനമില്ല, അതെൻ്റെ സ്വഭാവമല്ല എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ, നിങ്ങൾക്കറിയാമോ എന്താണ് ആ പ്രവൃത്തി തന്നെത്താൻ ആ ഉള്ളിൽ ചെയ്യാനുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആഗ്രഹം വരുവാനിടയായി. ആ വിശ്വാസവുമായി ഒന്നാകുന്ന പ്രവൃത്തി. നിങ്ങൾ സത്യത്തിൽ ഇത് വിശ്വസിക്കുകയാണ് നിങ്ങളൊരു രാജാവാണ് എന്ന്, നിങ്ങൾ അങ്ങനെ തന്നെ സഞ്ചരിക്കും. നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, നമ്മൾ കൂടുതൽ കൊടുക്കുന്നവരുമാകും. അത് ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങൾ ഏത് തിരിച്ചറിവാണോ ധരിക്കുന്നത് അതുപോലെ നമ്മൾ പ്രവർത്തിക്കും. ഏറ്റവും ആദ്യം വരുന്നത് വിശ്വസിക്കുക നിങ്ങളെക്കുറിച്ച്, അതിനുശേഷമുള്ള പ്രവൃത്തി തന്നെ വരും. നിങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങൾ പാപിയാണ് എന്ന്, നിങ്ങൾ പാപത്തിൽ തന്നെ ജീവിക്കും. നിങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങൾ പിതാവിൻ്റെ നീതിയാണ്, അവൻ്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ് എന്ന്, അപ്പോൾ നിങ്ങൾ ഒരു പുത്രനെ പോലെ സഞ്ചരിക്കുവാൻ തുടങ്ങും. അപ്പോൾ എല്ലാം ആ വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഞാനും നിങ്ങളും ഈ ലോകത്തിലാണ് എങ്കിൽ നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ശരീരത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്. പലപ്പോഴും എനിക്ക് ദേഷ്യം വരാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ ഇതൊരിക്കലും പറയാൻ അനുവദിക്കാറില്ല ഞാൻ ദേഷ്യപ്പെടുന്ന ഒരാളാണ് എന്ന്. ഞാൻ അപ്പോഴും പറയും, ആ സഹിഷ്ണുത പിതാവിൻ്റെ അതെനിക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവൻ്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാനിപ്പോൾ ആദമിൽ നിന്നല്ല, ഇപ്പോൾ എൻ്റെ വീണ്ടും ജനം നടന്നിരിക്കുന്നു യേശു ക്രിസ്തുവിലൂടെ. ഈ സത്യം വളരെ ആവശ്യമാണ്. ഇതിൽ നിങ്ങൾ വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ രോഗങ്ങളും നിങ്ങളെ വിട്ടുപോകും. നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ശരീരം പാപസംബന്ധമായി മരിച്ചു, പക്ഷെ ആത്മാവ് നീതി മൂലം ജീവിക്കുകയാണ്, നീതിക്കായി ജീവിക്കുകയാണ്. ആ ആത്മാവ് നീതിയുടേതാണ്. ആ നീതിയുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അതാണ് നമ്മുടെ മരണകരമായ ശരീരത്തിനും ജീവൻ നൽകുന്നത്. എത്രയധികം നമ്മൾ നീതി ബോധത്തിൽ ഉണരുന്നുവോ അത്രയധികം നമ്മൾ ആ സ്വർഗീയ ആരോഗ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുവാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ രോഗങ്ങളും നിങ്ങളുടെ ശരീരം വിട്ടു പോയിരിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വചനം വായിക്കാം. ഇതിൻ്റെ 16-ാം വാക്യം മുതൽ നമുക്ക് വീണ്ടും വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ദാസന്മാരായ അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം
നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഈ വചനം വീണ്ടും വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിങ്ങൾക്കറിയാമോ എത്രയധികം നമ്മൾ നീതിബോധത്തിൽ ഉണരുന്നുവോ ഫലം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന്? ആ വിശുദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടെന്നാൽ ഏത് വൃക്ഷത്തിന്റെ വിത്താണോ നിങ്ങൾ വിതയ്ക്കുന്നത്, ആപ്പിളിന്റെ വിത്തിട്ടാൽ ആപ്പിൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ എത്രയധികം നിങ്ങൾ നീതിബോധത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ ഉണരുന്നുവോ അതിന്റെ ഫലം എന്തായിരിക്കും? ആ സ്വർഗീയ ആരോഗ്യം, ആ സ്വർഗീയ ഉയർച്ച നിങ്ങളുടെ അവകാശമായി തീരും. മുന്നോട്ട് നമുക്ക് വായിക്കാം. 7-ാം അധ്യായം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. നിങ്ങൾക്കറിയാമോ ആത്മീയ വ്യഭിചാരം എന്താണെന്ന്? ആ 2 വൃക്ഷത്തിന്റെയും ഫലത്തിനനുസരിച്ച് സഞ്ചരിക്കുക. നമ്മൾ കൃപയുടെ കീഴെയാണ്, പക്ഷേ എന്നാലും നമ്മൾ ആ പഴയ നിയമത്തിന്റെ അധിഷ്ഠിതമായി ദൈവത്തിന് മുമ്പിൽ ശരിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരു സമയമുണ്ടായിരുന്നു, എന്നോട് കൂടെ ഉണ്ടായിരുന്ന പാസ്റ്റർ, അദ്ദേഹം എന്നെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഉത്സാഹിപ്പിച്ചു, എൻ്റെ എല്ലാ മേഖലകളിലും. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട കാര്യം അദ്ദേഹം പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ ആ സഭയിൽ നിന്ന് പുറത്തു വന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരു സത്യത്തിൽ ഉണർന്നപ്പോൾ ആ സത്യത്തിൻ്റെ എതിരായിട്ട് ഒരാൾ പറയുമ്പോൾ അതുമായി കൂട്ടായ്മ ആചരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതിനുശേഷം 7 വർഷത്തോളം ഞാൻ ചെറിയ ചെറിയ കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ടിരുന്നു. അവിടെ എനിക്ക് കൃപയെക്കുറിച്ചും നീതിയുടെ ബോധത്തെക്കുറിച്ചും വെളിപ്പാടിൽ അധികമായി ഞാൻ ദൃഢമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ബിലവഡിൻ്റെ അടിസ്ഥാനമായിരുന്നു അത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആത്മീയമായി വ്യഭിചാരം ചെയ്യാൻ ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അറിഞ്ഞു പൂർത്തീകരിക്കപ്പെട്ട കാര്യം. എന്നിട്ടും ഞാൻ പഴയ നിയമവുമായി കൂടിക്കൊണ്ടിരുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, 4-ാം വാക്യം, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരമുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് കൂടെ, ആ പുനരുത്ഥാനത്തിലെ യേശുവുമായി ഒന്നായി കാണുക. എല്ലാ വചനങ്ങളും നമ്മളിവിടെ വായിക്കുന്ന അതെല്ലാം സത്യമാണ്. ആ സത്യത്തിന് ശക്തിയുണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റാൻ വേണ്ടി. അതുകൊണ്ടാണ് നമുക്കിവിടെ വായിക്കാൻ സാധിക്കുന്നത്. 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം, ആ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്തിനു വേണ്ടി? നമ്മൾ ദൈവത്തിന് വേണ്ടി ഫലം കൊണ്ടുവരാം. ഇതാണ് പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യം. മുന്നിട്ട് എഴുതിയിരിക്കുകയാണ്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. അതിന്റെ അർത്ഥം ഇതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന്. നിങ്ങളുടെ ശരീരം ആ പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കും. അവിടെ ഒരു ഫലം മാത്രമേ ഉണ്ടാകൂ, മരണം. പക്ഷേ മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 6-ാം വാക്യം, ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ ലോകത്തിലായിരുന്നപ്പോൾ ഞാനൊരു ബന്ധനത്തിലായിരുന്നു. സത്യം എൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന്. ആ സത്യത്തിലൂടെ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയതിന് ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നുണ്ട്. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഞാനും നിങ്ങളും ഇപ്പോൾ ഇരുമനസ്സോടെ സഞ്ചരിക്കുന്നവരല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ഒരു വൃക്ഷത്തിന്റെ താഴെ വരുമ്പോൾ.
നമ്മൾ രണ്ട് വള്ളത്തിൽ കാല് വെക്കുമ്പോഴല്ല. ഇന്ന് ഞാൻ പാപം ചെയ്യുമ്പോൾ പാപിയും, നാളെ നല്ല കാര്യം ചെയ്താൽ ഞാൻ പുത്രനും. നീതിബോധത്തിന്റെ അർത്ഥം ഇതാണ്: ഒരു പരിപൂർണനായ പുത്രൻ ഉണരുകയാണ്. അവന്റെ പ്രവൃത്തി കൊണ്ടല്ല അവന്റെ ബന്ധം. യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയിലാണ് അത് അധിഷ്ഠിതമായിരിക്കുന്നത്. അവൻ ക്രൂശിൽ ചെയ്തത് അവന്റെ രക്തത്തിലൂടെ. മുന്നോട്ട് നമുക്ക് വായിക്കാൻ ഇവിടെ എഴുതിയിരിക്കുകയാണ് 7-ാം വാക്യത്തിൽ. ആക്കിയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും വരുത്. എങ്കിലും ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലായിരുന്നു എങ്കിൽ എനിക്ക് അറിയുകയില്ലായിരുന്നു മോഹം എന്താണ് എന്ന്. അതുകൊണ്ട് ആ നിയമം തന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതിനാണ് ആ നിയമം തന്നത്, നമുക്ക് മനസ്സിലാക്കാൻ ആ വസ്തു എന്താണ് എന്ന്. ഇതായിരുന്നു കാരണം ന്യായപ്രമാണം തരാനുള്ളതിൻ്റെ. മനുഷ്യൻ അറിയണം പാപം അവരുടെ രക്തത്തിലുണ്ട്. മനുഷ്യൻ അറിയില്ലായിരുന്നു അവർ പാപികളാണോ എന്നും അവർക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് എന്നും. ദൈവത്തിന് എപ്പോഴും അറിയാമായിരുന്നു മനുഷ്യൻ ആ ന്യായപ്രമാണം അവനൊരിക്കലും പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ പാപം അവരുടെ രക്തത്തിലുണ്ടായിരുന്നു. മതം നമ്മളെ എന്ത് പഠിപ്പിച്ചാലും പക്ഷെ ഒരിക്കലും മനുഷ്യന് ദൈവത്തിന്റെ മുമ്പിൽ ശരിയാകുവാൻ സാധിക്കുകയില്ലായിരുന്നു അവരുടെ പ്രവൃത്തിയിലൂടെ. അതുകൊണ്ടാണ് നമുക്കൊരു നിഷ്കളങ്കന്റെ രക്തത്തിന്റെ ആവശ്യമുണ്ടായിരുന്നത്, നമ്മളെ ശരിയായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് പഴയ നിയമത്തിലും ന്യായപ്രമാണത്തിന് ശേഷവും അവിടെ ആ രക്തത്തിന്റെ ബലി ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ട്? ഇസ്രയേലിന് അവരുടെ നന്മകൾ അവർ ചെയ്ത പ്രവൃത്തി കൊണ്ട് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ലഭിച്ചത്. ആ സമയത്തും ആ നിഷ്കളങ്കരായ കുഞ്ഞാടുകളുടെയോ അല്ലെങ്കിൽ കാളകളുടെയോ രക്തത്തിലൂടെയാണ് അവർ ആ അനുഗ്രഹങ്ങൾ പ്രാപിച്ചത്. അതുകൊണ്ട് മിസ്രൈമിൽ കുഞ്ഞുങ്ങളുടെ കൊല്ലുന്ന മഹാമാരി വന്നപ്പോൾ യഹൂദ കുഞ്ഞുങ്ങളും മറ്റുള്ള കുഞ്ഞുങ്ങളെയും എന്താണ് രക്ഷപ്പെടുത്തിയത്? ആ മരണത്തിന്റെ ആത്മാവ് അവിടെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് അത് യഹൂദരുടെ കുഞ്ഞുങ്ങളെ തൊടാഞ്ഞത്? അവരുടെ കട്ടൽക്കാലിന്മേൽ രക്തമുണ്ടായിരുന്നു. അവർ നല്ലതോ തെറ്റായിട്ടുള്ള കുഞ്ഞുങ്ങളോ ആയിരുന്നത് കൊണ്ടല്ല, ആ രക്തമാണ് നമ്മളെ വേർപെടുത്തുന്നത്. ആ രക്തമാണ് നമ്മളെ ഒരു മേഖലയിൽ നിന്ന്, ലോകത്തിന്റെ മേഖലയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ മേഖലയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ വേർപാടിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. മനുഷ്യ ജാതിക്ക് വരാം, പക്ഷെ എനിക്ക് വരികയില്ല. ഞാൻ ഇപ്പോൾ ഒരു പുതിയ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ രക്തമാണ് എന്നെ വിശുദ്ധീകരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ അറിയുക നിങ്ങൾ ആരാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാമോ, എല്ലാ പ്രശ്നങ്ങളും അത് വലുതല്ല. പക്ഷെ നിങ്ങളുടെ അകത്ത് ജീവിക്കുന്ന യേശു ക്രിസ്തു, ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവൻ എല്ലാറ്റിലും മഹാനാണ്, ഈ ലോകത്തിലുള്ളതിനെല്ലാം മുകളിലാണ്. അവനാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ജീവിക്കുന്നത്. മതം പഠിപ്പിക്കും നിങ്ങൾ ആ വസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാമോ, എന്തെങ്കിലും വസ്തുവല്ല നമ്മുടെ അനുഗ്രഹം, നിങ്ങളാണ് അനുഗ്രഹം. ആരെങ്കിലും ഒരു വ്യക്തിയിൽ ഒരു വിശേഷതയില്ല. യേശു ക്രിസ്തു നമ്മുടെ അകത്ത് എല്ലാവരിലുമുള്ള അവനാണ് വിശിഷ്ട വ്യക്തി. നിങ്ങൾക്കറിയാമോ, സിംഹം മറ്റൊരു സിംഹത്തെ ജനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പുത്രൻ വിതയ്ക്കപ്പെട്ടപ്പോൾ ഉത്ഭവിച്ചത് ദൈവത്തിന്റെ അധിക പുത്രന്മാരാണ്. സ്വർഗീയ ജാതിയാണ് അവിടെ ഉണ്ടായത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 9-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്: ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ? ഒരു നാളുമല്ല, അരുത്. പാപം അത്രേ മരണത്തിനായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. മുന്നോട്ട് 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ എത്ര ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കുന്നതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഇവിടെ നമ്മൾ വചനത്തിൽ വായിക്കുകയാണ് എങ്ങനെയാണ് പൗലോസ് തന്നെത്താൻ എപ്പോഴും നിരന്തരമായിട്ട് അവന്റെ തിരിച്ചറിവ് ശരീരത്തിൽ നിന്നും വേർപെടുത്തി നോക്കുന്നത് എന്ന്. എവിടെയാണ് ആ ന്യായപ്രമാണം, പാപത്തിന്റെയും മരണത്തിന്റെയും ന്യായപ്രമാണം പ്രവർത്തിക്കുന്നത്?
ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് അത് നമ്മുടെ രക്തത്തിലാണ് വസിക്കുന്നത് എന്ന്. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ് നമ്മൾ ഒരു പുതിയ മഹത്വമുള്ള ശരീരം നമ്മൾക്ക് ലഭിക്കുമെന്ന്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ നല്ലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ വേറൊരു ന്യായപ്രമാണം എൻ്റെ രക്തത്തിൽ ഞാൻ കാണുകയാണ്. 16-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം, ഇവിടെ എഴുതിയിരിക്കാൻ, ഞാൻ ഇച്ഛിക്കുന്നതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് പൗലോസ് തൻ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നതെന്ന്. അതിലവൻ പറയുകയാണ്, ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നതോ ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ശരീരത്തിൽ ക്രൂശിൽ പോയി നമ്മൾക്ക് വേണ്ടി ചാട്ടവാറടി കൊണ്ടത്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ വില കൊടുക്കുവാൻ. എന്തുകൊണ്ടെന്നാൽ ഈ ശരീരം ഒരിക്കലും സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ ഇതിന് ശരിയാകുവാൻ സാധിക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള ചർച്ചിന്റെ കൾച്ചറുകൾ കാണുന്നത്. ആളുകൾ ശരീരത്തിൽ വിശുദ്ധരാകാൻ ശ്രമിക്കുകയാണ്, അതവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ പാപം അവരുടെ അവയവങ്ങളിലുണ്ട്. അതുകൊണ്ട് നീതി എന്ന് പറയുന്നത് ഒരു ദാനമാണ്. അത് നമ്മൾ വിശ്വാസത്താലാണ് നമ്മൾ പ്രാപിക്കുന്നത്, അതൊരു സമ്മാനമാണ്. എത്രയധികം നമ്മൾ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നോ അത്രയധികം നമ്മൾക്ക് ദൈവത്തിന്റെ നന്മകളെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. ശരീരത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ ശരീരം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 8-ാം അധ്യായം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്, എന്താണ് ഞാനും നിങ്ങളും ഇപ്പോൾ യേശു ക്രിസ്തുവിലാണോ? ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർക്കൊരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ലോകത്തിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ഉണ്ടായിരുന്നു, പക്ഷെ ആ ജീവന്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു ശരീരം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത്? സ്വർഗീയ പിതാവ് എന്റെയും നിങ്ങളുടെയും എല്ലാ പാപത്തിനുള്ള ശിക്ഷ, ഏതൊക്കെ ശരീരത്തിൽ പാപമുണ്ടോ, അത് കോപിക്കുന്നതോ ദേഷ്യപ്പെടുന്നതോ എല്ലാ പാപങ്ങളും ശരീരത്തിലുള്ളത്, പിതാവ് പറയുകയാണ്, ആ എല്ലാ പാപത്തിനുമുള്ള ശിക്ഷ, ആ കൽപ്പന യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ അത് അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇപ്പോൾ സ്വതന്ത്രരാണ്. അതുകൊണ്ട് വചനം ഇപ്പോൾ പറയുകയാണ്, നമ്മുടെ ശരീരത്തിനനുസരിച്ചല്ല സഞ്ചരിക്കുന്നത്. ആളുകൾ സഞ്ചരിച്ചതുപോലെ ശരീരത്തിൽ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി. പക്ഷെ ഇതൊരു ആത്മീയ സത്യമാണ്. ഇപ്പോൾ നിങ്ങളിൽ കുറ്റം വിധിക്കുന്ന ആത്മാവല്ല ഭരിക്കുന്നത്. ഇപ്പോൾ ഞാനും നിങ്ങളും ജീവനിൽ പ്രവേശിച്ചിരിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അതിന്റെ അർത്ഥം, ആരെങ്കിലും ശ്രമിക്കുകയാണ് ശരീരത്തിൽ ശരിയാകാൻ വേണ്ടി സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ, ശരീരത്തിന്റെ പ്രവൃത്തിയിലൂടെ അവർക്ക് ഒരിക്കലും നീതി പ്രാപിക്കാൻ ശ്രമിച്ചാൽ ബൈബിൾ പറയുകയാണ്, ശരീരത്തിന്റെ അവയവങ്ങളിൽ ഒരു നന്മയുമില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ ശരീരത്തിലുള്ള പാപം, അതിന്റെ ഫലം മരണമാണ്. ആരൊക്കെ ആത്മാവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നോ, ആത്മീയ
മേഖലയിൽ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്ത ആത്മീയ സത്യങ്ങളിൽ ഓരോ ദിവസവും നിറയുമ്പോൾ, ഇപ്പോൾ ഞാൻ പാപിയല്ല, യേശുക്രിസ്തുവിൽ ഞാൻ പിതാവിന്റെ നീതിയാണ്, ഞാൻ എൻ്റെ ശരീരത്തിനെ അനുവദിക്കുന്നില്ല ഇത് പറയാൻ വേണ്ടി ഞാൻ ആരാണ് എന്ന് ഞാൻ ഒരു മനസ്സോടെ ഒരേ ചിന്തയോടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ശരീരത്തിൽ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മാസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കും. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഞാൻ ഈ മേഖലയിൽ ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിനും എൻ്റെ തിരിച്ചറിവ് ഞാൻ ആരാണെന്ന് പറയാൻ അനുവദിക്കാറില്ല. എനിക്ക് എൻ്റെ തിരിച്ചറിവ് ലഭിക്കുന്ന ആ വചനത്തിൽ നിന്നാണ്, പിതാവ് എന്നെ കുറിച്ച് പറയുന്നതിൽ. എന്തുകൊണ്ടെന്നാൽ അതാണ് സത്യം, ബാക്കി എല്ലാം ഒരു ഭ്രമമാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല.